ഞാൻ ഈ പറഞ്ഞ പോലെ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു അത്രയും സൗഹാർദ്ദപരമായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കാണുക, പരിചയപ്പെടുക എന്നൊക്കെയുള്ളത് തന്നെ വലിയൊരു ആശ്വാസമായിരുന്നു എന്ന് വേണം പറയാം. മന്ത്രി കെ രാധാകൃഷ്ണൻ എന്ന വലിയ മനുഷ്യൻ എന്നെക്കാളും എത്രയോ ഉയരങ്ങളിലാണ് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും പദവി കൊണ്ടും ഒക്കെ അദ്ദേഹം ഉള്ളത്. അപ്പം ഞാൻ സ്വപ്നം കണ്ടതിൽ എത്രയോ മടങ്ങ് ഏറെ അനുഭവങ്ങൾ, അവസരങ്ങൾ എനിക്ക് സിവിൽ സർവീസ് സമ്മാനിച്ചിട്ടുണ്ട്. സ്ത്രീ സൗഹൃദ തൊഴിലിടം എന്നുള്ളത് ഇനിയും കാതങ്ങളേറെ താണ്ടേണ്ടതായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. സ്ത്രീ സൗഹാർദ്ദം എന്ന് പറയുന്നതിനേക്കാളും പ്രോബബ്ലി നമ്മൾ ജെൻഡർ ന്യൂട്രൽ എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് വരണം എന്ന് തോന്നുന്നു. അപ്പം ഞാൻ അന്നത് വെറുതെ ഒരു ഭാര്യയല്ല എന്ന് ഞാൻ പറഞ്ഞത് ദിവ്യ എസ് അയ്യർ എന്നുള്ള ഒരു വ്യക്തിക്ക് മാത്രം വേണ്ടിയല്ലായിരുന്നു. എന്നെപ്പോലുള്ള ആ വർക്കിംഗ് വുമൺ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ ആരും തന്നെ ഞങ്ങളുടെ ഭർത്താവിനെ ചൊല്ലിയല്ല ഞങ്ങളെ നിർവചിക്കേണ്ടത്. ഞങ്ങളുടെ വ്യക്തിത്വം നിർവചിക്കുന്നത് ഞങ്ങളുടെ ഭർത്താവിൻ്റെ അഭിപ്രായം മാത്രം കണക്കിലെടുത്തിട്ടല്ല. ഡോക്ടർ ദിവ്യ എസ് അയ്യരാണ് ദ ക്യൂവിനൊപ്പം. സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നവീൻ ബാബു, കണ്ണൂർ ADM മാഡത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണവും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ മാഡത്തിൻ്റെ പ്രതികരണമൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മകളെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം നമുക്ക്. നമ്മൾ ഈ അഭിമുഖത്തെക്കുറിച്ച് ആദ്യം ഞാനും അഫ്സലും ഒരു ധാരണയായ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു ശരിക്കും. അപ്പം അതെ, ഇങ്ങനെ ഒരു ചർച്ച പോലും ഇല്ലായിരുന്നു. അതിനുശേഷം എത്ര പെട്ടെന്നാണ് ഇങ്ങനെ ലോകം മാറി മറിയുന്നതെന്നുള്ളത് ശരിക്കും ഞങ്ങളെല്ലാവരും അത്രയധികം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ഒരു കാരണവശാലും നവീനെ പോലെ ഒരു വ്യക്തിക്ക് അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുള്ളതല്ലായിരുന്നു. കാരണം അത്രയധികം ഞാൻ അന്ന് അവിടെ വെച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയധികം സൗമ്യശീലനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും മനോഹരമായിട്ടുള്ള ഓർമ്മകൾ മാത്രമേ നവീനായിട്ട് ഉണ്ടായിട്ടുള്ളൂ. അതായത് ഇങ്ങനെ ഉച്ചകോടിയിലുള്ള ഓർമ്മകളല്ല, വളരെ സാധാരണമായി നമ്മൾ ഒരു വ്യക്തിയോട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിലുള്ള സന്തോഷങ്ങളും. അതെ, ഞാൻ പത്തനംതിട്ട കളക്ടർ ആയിരുന്ന സമയത്ത് റാന്നി തഹസിൽദാരായിട്ടായിരുന്നു നവീൻ. മഞ്ജുഷ ഡെപ്യൂട്ടി തഹസിൽദാരായിരുന്നു, പിന്നെ തഹസിൽദാരായി. അപ്പോൾ കൂന്നിലെ മഞ്ജുഷയും തഹസിൽദാരായി. അപ്പം ശരിക്കും അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവാണെന്നുള്ളത് പോലും കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചറിയത്. കാരണം അത്രമാത്രം നവീൻ സ്വന്തം കാര്യത്തെക്കുറിച്ചോ ഒരു സ്വാർത്ഥ താല്പര്യം വെച്ചോ ഒരു കാര്യവും ഒരു മനുഷ്യനോട് സംസാരിക്കില്ല. അതായത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കുടുംബത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഒന്നും ആരോടും അങ്ങനെ തുറന്നു പറയുകയോ അല്ലെങ്കിൽ അതിനെ ഒരു ആവശ്യത്തിനായി ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. വരിക, ജോലി ചെയ്യുക, തിരിച്ചു പോവുക, അങ്ങനത്തെ ഒരു വ്യക്തിത്വമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ എല്ലാവർക്കും, ഇപ്പം ഞാൻ അന്ന് പത്തനംതിട്ടയിൽ കളക്ടറേറ്റിൽ തിരിച്ചു പോയപ്പോഴും അന്ന് അവിടെ റവന്യൂ മന്ത്രി ഉണ്ടായിരുന്നു, MLA ഉണ്ടായിരുന്നു, റാന്നി MLA ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, എൻ്റെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ശരിക്കും എല്ലാവരും ഒരു റവന്യൂ കുടുംബം എന്നുള്ള ഒരാശയം റവന്യൂ മന്ത്രി ഇടയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും അദ്ദേഹം നടപ്പിലാക്കി കൊണ്ടുണ്ട്. ആ ഒരു ആശയം അന്ന് വന്നപ്പോൾ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞായിരുന്നു, ആ ആശയം ശരിക്കും ഉടലെടുക്കുന്നത് ഇവിടെ ആയിരുന്നു. ഏതായി റാന്നിയിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു തുടക്കം ഇവിടെ ആയിരുന്നു. റാന്നിയിൽ വെച്ചിട്ട് ഞങ്ങളിപ്പോൾ എന്താ പറയുക, സങ്കീർണമായിട്ടുള്ള പല പ്രക്രിയകളും, ഇപ്പം നമ്മുടെ മണ്ണിടിച്ചിൽ വന്നു, അവിടെ മിന്നൽ പ്രളയം മീൻചലാറിൽ വന്നായിരുന്നു, മണിയാറ്റിൽ മിന്നൽ പ്രളയം വന്നായിരുന്നു. അപ്പോൾ അവിടെ റാന്നി താലൂക്ക്, മല്ലപ്പള്ളി താലൂക്കൊക്കെ ഒരുപാട് ബാധിതമായിട്ടുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ സമയത്ത് അവിടെ ഇപ്പോൾ കക്കി ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം വരുന്നു, പമ്പയാറ്റിലെ വെള്ളം ഉയരുന്നു, അപ്പോൾ ആളുകളെ മാറ്റി പാർപ്പിക്കണം, മഴക്കെടുതി ഉണ്ടാകുന്നു, രക്ഷാപ്രവർത്തനം നടത്തണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ ശരിക്കും ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ റവന്യൂ മന്ത്രിയും റാന്നി MLAയും ഞാനും നവീനും ഒക്കെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക, എന്താണ് അടുത്ത തീരുമാനം എടുക്കേണ്ടത്, അതെ, എങ്ങനെയാണ് ഏറ്റവും ഉചിതമായ രീതിയിൽ ജനസേവനം നടത്തേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കോർ ഡിസ്കഷനിൽ എപ്പോഴും
നവീൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പക്ഷെ ഒന്നിലും അങ്ങനെ ചാടിക്കയറി മുന്നോട്ട് വന്ന് സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യില്ല. എപ്പോഴും ഇങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും, നമ്മൾ ചോദിച്ചാൽ മാത്രം പറയുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഞങ്ങളുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ കൊയ്തെടുത്ത നേട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു വമ്പിച്ച പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കി എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു വിജയം ആഘോഷിക്കുക, അങ്ങനത്തെ വലിയ വലിയ ഓർമ്മകളൊന്നും അല്ല. പക്ഷെ വളരെ കുഞ്ഞു കുഞ്ഞു ഓർമ്മകളാണ്. പിന്നെ എന്താ നവീന, ഞങ്ങൾക്ക് ഇപ്പോഴും ഇത്ര നേരമായിട്ട് ഞങ്ങൾ നടത്തിയിട്ട് ഒരു ചായ പോലും വാങ്ങിച്ചു തന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ഈ പറയുന്നത്. ഇപ്പം രാത്രി 10 മണിയായിട്ട് ഇങ്ങനെ രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതെ വിശന്ന് വലഞ്ഞ് വരുന്ന ഒരാൾക്ക് ഒരു ചപ്പാത്തി കറി വാങ്ങിച്ചു കൊടുക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള വളരെ ചെറിയ ചെറിയ ഓർമ്മകളായിരിക്കും. അതിപ്പോൾ ഞങ്ങളോടായാലും എനിക്ക് തോന്നുന്നു വന്നിട്ടുള്ള നിവേദനമൊക്കെ കൊണ്ടുവന്നിട്ടുള്ള സാധാരണ ജനങ്ങൾക്കായാലും അദ്ദേഹം ഇടപഴകുന്ന രീതിയായിരുന്നു കുറച്ചുകൂടെ അത്രമാത്രം ഹൃദയത്തെ തൊടുന്നത് എന്നായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നാലും നമ്മൾ ഈ അഭിമുഖം മൊത്തം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം അത് എനിക്കത് നമ്മളിൽ ഒരാളായിട്ട് എപ്പോഴും ഇരുന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. നമ്മൾ ഈ കാര്യം സംസാരിക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തമ്മിലുള്ള ബന്ധം, അതിന്റെ ഇടപഴകൽ, സംസാരമൊക്കെ വീണ്ടും ചർച്ചയാവുന്നുണ്ട്. എല്ലാ കാലത്തും ചർച്ചയാവും, തീരുമാനമാവില്ല. അപ്പോൾ ഒരു വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുണ്ട്. കളക്ടറായിരുന്നു, സബ് കളക്ടറായിരുന്നു, വിവിധ വകുപ്പുകളുടെ ഡയറക്ടറായിരുന്നു, ഇപ്പോൾ MD ആയിട്ട് വിഴിഞ്ഞം പോർട്ട് പ്രോജക്റ്റിന്റെ. അപ്പോൾ ഇക്കാര്യത്തിലുള്ള ഒരു അനുഭവ പരിചയം എന്താണ്? ഞാനിപ്പോൾ സിവിൽ സർവീസസിൽ കയറിയിട്ട്, അതായത് IAS കയറിയിട്ട് ഇപ്പോൾ 10 വർഷമായി. 2014 ബാച്ചാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ എൻ്റെ അനുഭവം എന്നുള്ളത് പറയുന്നതിന് മുൻപ് ഇത് ആരംഭിച്ച ഒരു ഘട്ടം പറയാം. ആദ്യം ഞങ്ങളുടെ പരിശീലന കാലയളവ് LBSN, ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ മസൂരി എന്ന് പറയുന്ന, നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, തയ്യാറെടുക്കുന്ന സമയത്തൊക്കെ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, ദ ഗ്രാൻഡ് പോർട്ടൽ ഓഫ് മസൂരി എന്ന് ഇങ്ങനെ സ്വർഗവാതിൽ തുറക്കുന്നതിനുള്ള മട്ടിലൊക്കെയാണ് നമ്മൾ ആ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച്. അപ്പോൾ മസൂരിയിൽ ഞങ്ങൾ പരിശീലന കാലയളവിൽ ഞങ്ങളുടെ വാലിഡിക്ഷനായിട്ട് അന്ന് വന്നിട്ടുണ്ടായിരുന്നത് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ പ്രണബ് മുഖർജി അവരായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്നെ അത് ഒരുപാട് എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമായിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞു, അദ്ദേഹം ആദ്യമായിട്ട് മന്ത്രിയാകുന്ന ഒരു സമയം, കേന്ദ്രത്തിൽ ചെറിയ പ്രായത്തിൽ അദ്ദേഹം മന്ത്രിയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച വ്യക്തി ഉന്നതനായ ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ മന്ത്രിയായ ഇദ്ദേഹം ആ IAS ഉദ്യോഗസ്ഥനോട് ആദ്യമായി കണ്ടു പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു അത്രേ, ഞാൻ താങ്കളെക്കാളും ഇത്രയും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്, താങ്കളെക്കാളും അനുഭവ പരിചയം കുറഞ്ഞ വ്യക്തിയാണ്, താങ്കളുടെ അത്ര ഒരു പക്ഷേ പഠിത്തവും അല്ലെങ്കിൽ യോഗ്യതയും കുറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ ഇത് മൂന്നും കുറവ് എന്നുള്ളപ്പോൾ, പക്ഷെ താങ്കൾ എൻ്റെ സെക്രട്ടറി, ഞാൻ താങ്കളുടെ മന്ത്രിയാണ്. അപ്പോൾ പദവിയിൽ ഉയർച്ച താഴ്ചയുണ്ട് അവിടെ. അപ്പോൾ താങ്കൾ എങ്ങനെയായിരിക്കും എന്നെ കണ്ട് ബഹുമാനിക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ താങ്കൾ എങ്ങനെയായിരിക്കും അംഗീകരിക്കുക എന്നുള്ളത് പ്രണബ് മുഖർജി അവർ അദ്ദേഹത്തിൻ്റെ ഫിനാൻസ് സെക്രട്ടറിയോട് ചോദിച്ചു അത്രേ. അപ്പോൾ സെക്രട്ടറി പറഞ്ഞ ഉത്തരം എങ്ങനെയായിരുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ താങ്കളിൽ കാണുന്നത് പ്രണബ് മുഖർജി എന്നുള്ള ഒരു വ്യക്തിയല്ല, കാഴ്ചയിൽ ചെറുതായ ഒരു മനുഷ്യനെ അല്ല ഞാൻ കാണുന്നത്, പക്ഷേ താങ്കൾക്ക് അവരുടെ വിലപ്പെട്ട ജനസമ്മതി നൽകി ഈ സ്ഥാനത്തേക്ക് കയറ്റിവിട്ട ലക്ഷക്കണക്കിനുള്ള ജനങ്ങളെയാണ് ഞാൻ താങ്കളോട് കാണുന്നത്. താങ്കൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുമ്പോൾ ആ ജനങ്ങളെയാണ് ഞാൻ അംഗീകരിക്കുന്നത് എന്നുള്ളത് ആ സെക്രട്ടറി പറഞ്ഞു. ആ വ്യക്തിയിലേക്കല്ല, ആ വ്യക്തി പ്രതിനിധീകരിക്കുന്ന ഒരു ജനതയെയാണ് നമ്മൾ സേവിക്കുന്നതും ആ വാചകം അല്ലെങ്കിൽ ആ നിർദ്ദേശം നമ്മൾ അംഗീകരിക്കുന്നത് അതുകൊണ്ടാണ് എന്നുള്ള, അത് വളരെ മൗലികമായിട്ടുള്ള ഒരു വസ്തുതയാണത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു സമയം മുതൽ ഒരു പക്ഷേ എൻ്റെ മുന്നിൽ എപ്പോഴും ഏതൊരു സാഹചര്യം വന്നാലും എൻ്റെ മുന്നിൽ ഒരു മാതൃകയായി ഒരു കോഡ് എന്ന് നമ്മൾ വേണമെങ്കിലും പറയാം, അങ്ങനെ ഈ ഒരു അനുഭവം അല്ലെങ്കിൽ ഈ ഒരു ഉദാഹരണം, ഈ വാക്കുകൾ എൻ്റെ മുന്നിൽ എപ്പോഴും നിന്നിട്ടുണ്ട്. അതിന്നും ഞാൻ പാലിക്കുന്നു എന്ന് വേണം പറയാൻ, പാലിക്കാൻ ശ്രമിക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ
മൗലികമായ അതാണ് ശരിക്കും ബന്ധം. അവിടെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല. ജനപ്രതിനിധിയും ഉദ്യോഗസ്ഥനും രണ്ടുപേരും പൊതുജന സേവനം എന്നുള്ള ഒരു ഉത്കൃഷ്ടമായ ലക്ഷ്യം ലാക്കാക്കി മുന്നോട്ട് പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പോൾ ഇതിനെ തന്നെ ലളിതവൽക്കരിച്ച് പറയാനായിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന ജീവനക്കാരോട് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മൾ മുടി ഇഴ പിന്നത്തില്ല, മുടി ഇഴ പിന്നുന്ന പോലെയാണ് ശരിക്കും ഈ ജനപ്രതിനിധിയും ഉദ്യോഗസ്ഥരും എന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാം ഒരുമിച്ചാണ് നമ്മൾ പിന്നുക, പക്ഷേ എപ്പോഴും അത് ഒരേ ദിശയിലായിരിക്കണം എന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും. അപ്പം ചില സ്ഥലങ്ങളിൽ അത് കൂട്ടിമുട്ടും, ചില സമയത്ത് യോജിക്കും, ചില സമയത്ത് മാറി നിൽക്കും, വേർതിരിച്ച് നിൽക്കും. പക്ഷെ അങ്ങനെ നിന്നാലേ അതിന് അഴകുള്ളൂ. അപ്പം അങ്ങനെ നിൽക്കേണ്ടവരാണ്. എല്ലാത്തിലും എപ്പോഴും യോജിച്ചു പോയാൽ കാര്യം നടക്കില്ല. നമ്മൾ ആത്യന്തികമായ ജനാധിപത്യത്തിൽ ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്നത് പോലെ തന്നെ അത് ആന്തരികമായിട്ട് അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ശരിക്കും ജനപ്രതിനിധികളും ഒപ്പം ഉദ്യോഗസ്ഥരും തമ്മിൽ ഉണ്ടാവണം. ശരിക്കും അതിൻ്റെ ഒരു എക്സാക്റ്റ് ഉദാഹരണമാണ് അത് പറഞ്ഞാൽ നമ്മൾ സിവിൽ സർവീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സിവിൽ സർവീസ് എന്നൊരു സ്വപ്നം ചെറിയ പ്രായത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഏറ്റവും ചെറിയ പ്രായത്തിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബാബു പോൾ സാറിൻ്റെ ഉദാഹരണം കേട്ടിരുന്നു. പിന്നീട് SSLC കഴിഞ്ഞ ശേഷം അത്രയൊരു സ്വപ്നം വരുന്നു, MBBS പഠിക്കുന്നു. അപ്പോൾ ഈ പൊതുജന സേവനം എന്നുള്ള കാര്യം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 വർഷം പിന്നിട്ട് 2024 ഒരു കമ്പാരിസൺ നടത്താം, ഒരു സ്വപ്നം ഉണ്ടായിരുന്നതും 10 വർഷത്തെ യാഥാർത്ഥ്യവും തമ്മിൽ. ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എന്ത് വാക്കാ ഉപയോഗിക്കേണ്ടത്, സമൃദ്ധമായ 10 വർഷമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സമൃദ്ധി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലല്ല, നേട്ടങ്ങളല്ല, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലല്ല. പക്ഷെ നമ്മുടെ ജീവിതം സമൃദ്ധമാവുക എന്ന് വെച്ചാൽ അതെ ധന്യവുമാണ്, അല്ലാതെ കുറച്ച് തിക്താനുഭവങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ടും ധന്യം എന്നുള്ള വാക്കെടുക്കാറ്. ഇറ്റ് വാസ് സോ റിച്ച് വിത്ത് എക്സ്പീരിയൻസസ്. അതുകൊണ്ടാണ് ഞാൻ സമൃദ്ധി എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചത്. അത്രയധികം അനുഭവങ്ങൾ, അത്രയധികം ജനങ്ങൾ, അത്രയധികം ജീവിതങ്ങൾ, അത്രയധികം ഓർമ്മകൾ, അത്രയധികം വ്യക്തികൾ, ഇതെല്ലാം എനിക്ക് സമ്മാനിച്ച ഒരുപാട് അവസരങ്ങൾ. അപ്പം ഞാൻ സ്വപ്നം കണ്ടതിൽ എത്രയോ മടങ്ങ് ഏറെ അനുഭവങ്ങൾ, അവസരങ്ങൾ എനിക്ക് സിവിൽ സർവീസ് സമ്മാനിച്ചിട്ടുണ്ട്. ഈ 10 വർഷത്തിൻ്റെ ഏറ്റവും വലിയൊരു സമ്മാനം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും, ഓരോ ദിവസവും ഈ 10 വർഷങ്ങളിൽ ഓരോ ദിവസവും ഞാൻ ഒരു പുതിയ വ്യക്തിയെങ്കിലും കണ്ടുമുട്ടുക, ജനങ്ങളെ കണ്ടുമുട്ടുക. അത് എനിക്ക് തോന്നുന്നു എന്നെ ഫ്യൂവൽ ചെയ്യാന്ന് പറയത്തില്ല, എനിക്ക് അത്രയും ഊർജം നൽകുന്നത് ശരിക്കും അതാണ്. ഒരു ദിവസം ഒരു ദിവസം പോലും അപരിചിതനായ ഒരു വ്യക്തി പരിചിതനാകാതെ ഇരുന്നിട്ടില്ല എനിക്ക്. അപ്പൊ അത്ര അധികം സമൃദ്ധിയാണ് ജീവിതത്തിൽ എന്ന് പറയുന്നത്. നമുക്ക് അതിലുപരി വേറെ എന്താ ചെയ്യാൻ പറ്റുക? ഡോക്ടർ ഒരു വേദികൾ എത്തുന്ന സമയത്ത് പൊതുപരിപാടികളിലാണെങ്കിലും ഒക്കെ ഇപ്പോൾ പുസ്തകം തന്നെ എഴുതിയിട്ടില്ല, ഇപ്പോൾ IAS എങ്ങനെ ആകാം, എന്ത് പഠിക്കണം, അല്ലെങ്കിൽ എന്ത് കരിയർ തിരഞ്ഞെടുക്കണം എന്ന്. അപ്പോൾ ഇത്തരം വിദ്യാർത്ഥികളോട് ഒരു ടീച്ചർ എന്നൊരു ടിപ്സ് കൊടുക്കാൻ കഴിയും. കാരണം ഒരു തവണ 138ാം റാങ്ക് കിട്ടുന്നു, പിന്നീട് ഇതെല്ലാം എൻ്റെ പരിപാടി ബ്രേക്ക് ചെയ്യുന്നു, വീണ്ടും എഴുതുന്നു, 48 പിന്നെ റാങ്ക് കിട്ടുന്നത്. അപ്പൊ അത്തരം ഒരു പുതിയ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? സിവിൽ സർവീസസ് എങ്ങനെ വിജയിക്കണം എന്നുള്ളതിലുപരിയായി, അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ചോദ്യം സിവിൽ സർവീസ് എന്തിന് ഞാൻ വിജയിക്കണം എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളെ കാണുമ്പോൾ ആദ്യം പറയുന്നത് ആ കാര്യമാണ്. ഏത് പുസ്തകം പഠിക്കണം, എങ്ങനെയാണ് വിജയിക്കണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴും എന്തിനാണ് ഞാൻ സിവിൽ സർവീസ് വിജയിക്കേണ്ടത്, ആ പരീക്ഷ വിജയിക്കേണ്ടത്, ഞാൻ ഇതിൽ നിന്നും എന്താണ് നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം വിദ്യാർത്ഥികൾക്ക് ആദ്യം ഉണ്ടാവണം. അതിനുശേഷം മാത്രം നമ്മൾ സിവിൽ സർവീസ് ഏത് പുസ്തകം പഠിക്കണം, ഏത് ലൈബ്രറി പോകണം, ഏത് കോച്ചിങ് സെൻറ്ററിൽ ചേരണം എന്നുള്ളതൊക്കെ അതിന് ശേഷം ചിന്തിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത്. 2, ഈ ഒരു യാത്ര എന്ന് പറയുന്നത് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആ ഒരു കാലഘട്ടവും പൂർണ്ണമായി ആസ്വദിച്ച് അത് കടന്നു പോവുക എന്നുള്ളതാണ്. അതിലും പറഞ്ഞ പോലെ ഒരുപാട് നമുക്ക് സമ്മർദ്ദത്തിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും, നിരാശയുണ്ടാകും, ആശകളുണ്ടാകും,
ചിലപ്പോൾ എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ടാകും, ഒക്കെ ശരിയാണ്. പക്ഷേ അത് അത്രയും സാഹസികമായിട്ടുള്ള ഒരു യാത്രയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിലേക്ക് കാലെടുത്ത് വയ്ക്കാം എന്നാണ് കുട്ടിയോട് പറയാനുള്ളത്. അതെ അതെ. അതിൻ്റെ അനിശ്ചിതത്വം എന്നുള്ളതിനെ ഒരു വെല്ലുവിളിയായിട്ട് കണക്കാക്കുക. ആ ഒരു അനിശ്ചിതത്വമാണ് ശരിക്കും പല കാര്യങ്ങളും ചെയ്യാൻ നമുക്കൊരു സാഹചര്യം ഒരുക്കി തരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു ആവേശം തരുന്നത് പലപ്പോഴും ഒരു അനിശ്ചിതത്വമാണല്ലോ. നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ചോ അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ചോ കാണുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അനിശ്ചിതത്വമാണ് ശരിക്കും നമ്മളെ അത്രയധികം അതിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്. അതേ രീതിയിൽ ഒരു പരീക്ഷയും കാണാനായിട്ടൊന്ന് ശ്രമിക്കണം. 10ാം ക്ലാസ് പരീക്ഷയിൽ റാങ്ക് കിട്ടുന്നു, അതുപോലെ പക്ഷേ IAS ആയിരുന്നു സ്വപ്നമെങ്കിലും MBBSന് പോകുന്നു, അവിടെ ഗോൾഡ് മെഡൽ കിട്ടുന്നു, തിരിച്ച് IAS സിവിൽ സർവീസിന് പോകുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് MBBSൽ ഗോൾഡ് മെഡൽ കിട്ടി സേവനം തുടങ്ങിയ ആൾ ഈ തീരുമാനം മാറ്റുന്ന സമയത്ത് കുടുംബവും സുഹൃത്തുക്കളും ഏറ്റവും അടുത്ത ആളുകളൊക്കെ ഒരു പ്രഷർ നൽകുമല്ലോ, എന്തിനാണ് ഈ തീരുമാനം മാറ്റുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ മുമ്പിൽ കാണിച്ചു കൊടുക്കാനൊന്നുമില്ല, നമ്മളെ സ്വപ്നം മാത്രമാണുള്ളത്. ഇപ്പൊ സംസാരിക്കുമ്പോ ഓക്കെ. അപ്പോ ആ സമയത്ത് നമ്മൾ പിടിച്ചു നിൽക്കാനുള്ള ഒരു ആയുധം എന്തായിരുന്നു? ശരിക്കും എൻ്റെ അധ്യാപകരുടെ വാക്കുകൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് എൻ്റെ ആയുധം അതുതന്നെ ആയിരുന്നു എന്നാണ്. കാരണം ഞാൻ MBBSന് ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ പഠിച്ച് അവിടെ നിന്ന് പാസ്സായെന്നുണ്ടെങ്കിലും അവിടുത്തെ തന്നെ വെല്ലൂരിലെ തന്നെ എൻ്റെ CMCയിലെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള വ്യക്തികൾ, ഡോക്ടർ ജോർജ് ചാണ്ടി, ഡോക്ടർ സുനിൽ ചാണ്ടി, അങ്ങനെ കുറച്ച് അധ്യാപകർ, എന്നെ നന്നായിട്ട് അറിയാവുന്ന കുറച്ച് അധ്യാപകർ, അവർ MBBS സമയത്ത് തന്നെ എൻ്റെ ഉള്ളിൽ നേതൃത്വ പാഠവത്തിൻ്റെ എന്തൊക്കെയോ ഗുണഗണങ്ങൾ അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാനത് പറയാൻ കാരണം, ഇപ്പോൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഇപ്പോൾ വെല്ലൂർ ഇത്രയും വലിയൊരു സ്ഥാപനമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അന്താരാഷ്ട്ര കോൺഫറൻസുകൾ ഉൾപ്പെടെയൊക്കെ അവിടെ നടക്കാറുണ്ട്. ഇപ്പോൾ നാഷണൽ ലീഡർഷിപ്പ് ഇൻ ഹെൽത്ത് കെയർ കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു കോൺഫറൻസ് എനിക്ക് ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ ബയോ എത്തിക്സ് ഇൻ ലീഡർഷിപ്പ് എന്നൊക്കെ ഇങ്ങനെ വളരെ, അതായത് ആ സമയത്ത് MBBS വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന കോൺഫറൻസുകളല്ല അവയൊക്കെ, പുറത്തുനിന്ന് ഡെലിഗേറ്റ്സ് ഒക്കെ വന്നിട്ട് നടക്കുന്ന യോഗങ്ങളായിരുന്നു ഇവയൊക്കെ. അപ്പോൾ അങ്ങനത്തെ യോഗങ്ങളിൽ പോലും, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നടക്കുന്ന യോഗങ്ങളിൽ പോലും എനിക്ക് പ്രത്യേകമായി ക്ലാസ്സിൽ നിന്നും മാറി നിൽക്കാൻ അനുവാദം നൽകി ഈ യോഗങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു പ്രോത്സാഹനം അവർ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൽ താല്പര്യം ഉണ്ടെന്നുള്ളത് ആ സമയത്ത് തന്നെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ IAS നേടാൻ പോകുന്നു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവർ കണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള പല അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് ആയിട്ടുള്ള വളരെ നല്ലൊരു എക്സ്പോഷർ അതിലും ലീഡർഷിപ്പിലും ഒക്കെ എനിക്ക് അവിടെ വെച്ചിട്ട് തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ അവരും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരോടത് പറയുമ്പോഴും സംസാരിക്കുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴും ഈ ഒരു തീരുമാനം എടുക്കുമ്പോഴും ഒക്കെ അവരൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ശരിക്കും. അങ്ങനെ അവർ തന്നെയാണ് എന്നോട് പറഞ്ഞത്, യെസ് ദിവ്യ, പ്രോബ്ലി യു ഷുഡൻറ്റ് കൺഫൈൻ യുവർ സെൽഫ് ടു ജസ്റ്റ് വൺ സ്ട്രീം. മെഡിക്കൽ സയൻസ് എന്നുള്ള ഒരു മേഖലയിൽ മാത്രം ഒരു പക്ഷേ ഇരിക്കേണ്ട വ്യക്തിയല്ല. യു ഷുഡ് എൻഹാൻസ് സ്കോപ്പ് ഓഫ് യുവർ ആക്ടിവിറ്റീസ് ആൻഡ് എൻലാർജ് യുവർ വിഷൻ ആൻഡ് വേൾഡ് എന്നൊക്കെ ഇങ്ങനെ എനിക്ക് ഒരുപാട് ശരിക്കും പ്രോത്സാഹനം നൽകിയിട്ടുള്ളത് ആദ്യമായി ആ ഒരു കാലഘട്ടത്തിൽ ആദ്യമായി ലഭിച്ചത് അവിടെ നിന്ന് തന്നെയായിരുന്നു. കാരണം CMC വെല്ലൂർ പോലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടു ഗുഡ് ടു ബിലീവ് എ വേൾഡ് ദെയർ. നമ്മൾ സാധാരണ ലോകത്തിൽ കാണുന്ന ഈ കള്ളവുമില്ല ചതിയുമില്ല എന്ന് മാവേലി നാട് വാണിയുടെ കാര്യത്തിൽ പറയുന്നത് പോലത്തെ ഒരു ലോകമാണ് ശരിക്കും CMC വെല്ലൂരിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വരണമെന്ന് നമുക്ക് തോന്നില്ല. ബിക്കോസ് യു ആർ ജസ്റ്റ് വെരി കംഫർട്ടബിൾ ദെയർ ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് സച്ച് എൻ ഐഡിയൽ വേൾഡ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ അങ്ങനെ ഒരു പ്രോത്സാഹനം അവിടെ നിന്നും കൂടെ ലഭിച്ചത് കൊണ്ടാണ് ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. കുടുംബത്തിൻ്റെ ഒരു പിന്തുണ ആ സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു? ആദ്യം ഈ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വരുന്നു, തിരിച്ചു വരുന്നു, ഇത്രയും നല്ലൊരു ഒരു ഭാവി, അന്ന് ന്യൂറോ സർജറി ആയിരുന്നു ഞാൻ. അപ്പോൾ അവിടെ നിന്ന് വിട്ടിട്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ആഘാതമായിരുന്നു. ആദ്യം എന്തിനാണ് ഏതാണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ അനിശ്ചിതത്വം തന്നെയായിരുന്നു അവരെയും വേട്ടയാടിയിരുന്നത്. അപ്പോൾ അന്ന് വരെ ഒരു പരീക്ഷ പോലും ഇങ്ങനെ രണ്ടാമത് എഴുതേണ്ടി വന്നിട്ടില്ലാത്ത ഒരാളും കൂടിയായിരുന്നു. അപ്പോൾ അന്ന് ആദ്യത്തെ പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ട് കിട്ടാണ്ട് വരുമ്പോഴും ഒക്കെ തന്നെ എന്നെക്കാളും കൂടുതൽ വേദനിക്കുന്നതും കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്നതും ഒക്കെ അപ്പാവും അമ്മയായിരുന്നു ആ സമയത്ത്. പക്ഷേ ജീവിതത്തിൽ
ഒരു കാലഘട്ടത്തും അവരുടെ ഇഷ്ടം നടപ്പിലാക്കാനുള്ള മാർഗ്ഗമാണ് ഞാൻ എന്ന് ഒരിക്കലും അവർ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വരും വരായികൾ എന്താണ് എന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ കാര്യം പറയുമ്പോൾ ഒരു പരീക്ഷ പോലും തോൽക്കാത്ത, എഴുതിയ പരീക്ഷകളിലൊക്കെ റാങ്കും മെഡലും നേടിയ ഒരാള് സിവിൽ സർവീസിന്റെ പരീക്ഷയിൽ റാങ്ക് കിട്ടുന്നു, അത് IRS കസ്റ്റംസിൽ ആ പ്രാക്ടീസിന് പോകുന്നു. അപ്പൊ ഇതുമല്ല എൻ്റെ ഒരു ഫീൽഡ്, എനിക്ക് അടുത്തതാണ് എന്ന നിലക്ക് വീണ്ടും നമ്മൾ ഇനിയും ചാടി കിടക്കുകയാണല്ലോ. അപ്പോൾ ഈ അധ്യാപകർ, ഈ വീട്ടുകാരൊക്കെ വീണ്ടും കാണേണ്ടി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരെ ഫേസ് ചെയ്യാനുള്ള ഒരു മാഡത്തിന്റെ ധൈര്യം എന്തായിരുന്നു ശരിക്കും? അതെനിക്ക് തോന്നി ഈ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു ധൈര്യം എന്ന് പറയുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ MBBS കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ ആ ഒരു യാത്ര അത്ര സമ്പുഷ്ടമായിട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ ആ ലക്ഷ്യത്തിൽ എത്തണം എന്നുള്ള ഒരു 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 ശ്രദ്ധ തെറ്റാതെ ആ ലക്ഷ്യത്തിൽ എത്തണം എന്നുള്ള ഒരു നോക്ക് മാത്രമായിരുന്നു എന്ന് ഞാൻ പറയൂ. പക്ഷേ അത് ഞാൻ മാത്രമായിട്ട് ചെയ്തൊരു കാര്യമല്ലായിരുന്നു പൂർണ്ണമായും. പ്രത്യേകിച്ചും ഈ രണ്ടാമത്തെ വർഷം പരീക്ഷ എഴുതുമ്പോഴും ഈ ഫൈനലി IAS കിട്ടിയ വർഷം ഞാൻ ജീവിച്ച ഒരു ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് അതൊക്കെ ചെയ്തതെന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ല. കാരണം അതെ, ആ സമയത്ത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു യോഗിനിയെ പോലെയായിരുന്നു ജീവിച്ചതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ കഴിക്കുന്ന ഭക്ഷണം പോലും അത്രമാത്രം ഏകദേശം ഒരു ഫ്രൂട്ട് ഡയറ്റ് പോലെയൊക്കെ ആയിരുന്നു ആ സമയത്ത്. എനിക്ക് വളരെ ശാന്തമായും സമാധാനമായും ഇരുന്ന് വായിക്കണം, അത്രമാത്രമേ എൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ശരിക്കും. ഇതായി IAS കിട്ടുന്ന ആ ഒരു വർഷം. അപ്പോൾ അതിന് മുൻപ് എന്താണ് എനിക്ക് സംഭവിച്ചത് എന്നുള്ളത് ഞാൻ തന്നെ ഒരു സ്വയം വിലയിരുത്തൽ നടത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുന്നത്. അതെ, ആ ഒരു റീടേക്ക് പോകുന്നത്. അപ്പോൾ ആ വർഷം ഞാൻ തിരുവനന്തപുരത്ത് തന്നെ വീടുണ്ടായിട്ടും ഞാൻ NSS അക്കാഡമി ഓഫ് സിവിൽ സർവീസസിൻ്റെ ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ഭ്രാന്തുണ്ടായിരുന്നു സമയത്ത്. അതെ അതെ അതെ. പക്ഷെ അതിന് എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുത്ത് ആ വഴിയിലൂടെ നടന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു ജീവിതമായിരുന്നു. ഈ പറയുന്ന പോലെ ഭക്ഷണം മുതൽ, ദിനചര്യ മുതൽ, ഉറക്കം മുതൽ, പിന്നെ ഞാൻ ആ സമയത്ത് യോഗ ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു കുട്ടികൾക്ക്. അപ്പോൾ അന്ന് നമുക്ക് ലോഡ് ഷെഡിങ് ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ആ ഒരു സമയം 1/2 മണിക്കൂർ 1 മണിക്കൂർ എല്ലാവരും പഠിക്കാണ്ട് വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ ആ സമയം ഞാൻ ഓർത്തു നമുക്കത് കുറച്ചുകൂടി നല്ല രീതിയിൽ സമാധാനപരമായി ജീവിക്കാനായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് കുട്ടികൾക്ക് അവിടെ ഹോസ്റ്റലിൽ തന്നെയുള്ള കുറച്ച് കുട്ടികൾക്ക് യോഗ ക്ലാസ്സൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ ശരിക്കും അതാ ഞാൻ പറഞ്ഞു, ഒരു യോഗിനിയെ പോലെ ഒരു ജീവിതമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഭയങ്കര സമാധാനമായിരുന്നു അത്. എന്ന് വെച്ചാൽ ഞാൻ അതിന് മുൻപുള്ള വർഷത്തിൽ അത്രയധികം സമ്മർദ്ദം നമുക്ക് വരുന്നുണ്ട്, അത്രയധികം സ്ട്രെസ്സ് വരുന്നുണ്ട്. അത് കാരണം നമ്മുടെ ശ്രദ്ധ പതറി പോകുന്നുണ്ട്, അത് കാരണം നമ്മുടെ പെർഫോമൻസ് എഫക്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ടും വേറൊരു ദിശയിലേക്കൊന്ന് തിരിച്ചു നോക്കാം എന്ന് പറഞ്ഞ ഒരു പരീക്ഷണാർത്ഥം ചെയ്തതാണ്. പക്ഷെ ആ പരീക്ഷണം വിജയിച്ചു. 10 വർഷം പിന്നിട്ടല്ലോ ഈ പരീക്ഷണം വിജയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് മെഡിക്കൽ ഫീൽഡ് ആയിരുന്നു ശരി എന്നൊരു തിരിച്ചുപോക്കിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതിൽ ശരിയും തെറ്റൊന്നുമില്ല. അവര് പറഞ്ഞതുപോലെ തന്നെ ഇല്ല, അതാ ഞാൻ പറയുന്നത്. എനിക്ക് ഇപ്പം രണ്ട് മേഖലയായാലും ജനസേവനം തന്നെയാണ് നമ്മുടെ അന്തിമ ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേഖലയിൽ ഇപ്പോൾ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ലാതെ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടാതെ മറ്റ് പല പ്രശ്നങ്ങളും കൊണ്ട് പല പ്രതിസന്ധികളും നേരിടുന്ന ജനങ്ങൾ എൻ്റെ മുന്നിലേക്ക് വരുന്നു. അതെ, ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ അവിടെ നമ്മൾ ഇപ്പോൾ മരുന്നിൻ്റെയും അല്ലെങ്കിൽ ചികിത്സാ രീതികളുടെയും അകമ്പടിയോടുകൂടി അവർക്ക് പരിഹാരം നൽകുന്നു. ഇവിടെ നിയമത്തിൻ്റെ അകമ്പടിയോടുകൂടി നമ്മൾ അതിന് പരിഹാരം നൽകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ തന്നെ ആ കർമ്മമണ്ഡലത്തിൻ്റെ ഒരു വ്യാപ്തി എന്നുള്ളത് കുറേ കൂടെ വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത്. അതെ, വിശാലമായിട്ടുണ്ടെന്നുള്ളത് മാത്രം. ഭൂപടം കുറെ കൂടെ വിശാലമായിട്ടുണ്ട്. വിശാലമായ ഭൂപടത്തിന്റെ കാര്യം പറയുമ്പോൾ വലിയ ഉത്തരവാദിത്വമുള്ള പദവികളിലാണല്ലോ ഇപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായ ഒരു മനുഷ്യ സഹജമായ വിഷമങ്ങളും സങ്കടങ്ങളും ഒരു മാനസിക പരിഗണന എന്നതൊക്കെ ഒരു സൈഡിലുണ്ട്. ഒരു
സർക്കാരിന്റെ ഭാഗമായ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ നിൽക്കുന്നു. അപ്പോൾ ഈ ക്രൈസിസ് മാനേജ്മെന്റ് എന്നുള്ളത് പലപ്പോഴും ടാസ്ക് അല്ലേ? എങ്ങനെയാണ് അത് ലീഡ് ചെയ്യുന്നത്? ശരിക്കും സർക്കാർ ഉദ്യോഗസ്ഥയായി പ്രത്യേകിച്ചും IAS ഉദ്യോഗസ്ഥരായിട്ടിരിക്കുമ്പോൾ ജില്ലയിലിരിക്കുന്ന സമയത്ത്, അതായത് സബ് കളക്ടറായിട്ടും കളക്ടറായിട്ടും ഒക്കെ ഇരിക്കുന്ന സമയത്താണ് ഏറ്റവും അധികം നമുക്ക് ഈ പറയുന്ന നമ്മുടെ പ്രതികരണശേഷി എന്നുള്ളതും അതെ അതെ അത് നമ്മുടെ ആ ഒരു പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് പറയും. ഞങ്ങളുടെ മിനിസ്റ്റർ എപ്പോഴും പറയുന്ന വാക്കാ. ആ പ്രത്യുൽപ്പന്ന മതിത്വം ശരിക്കും നമ്മൾ വളർത്തിയെടുക്കുന്നത് ആ ഒരു സമയത്തിലാണ്. ഒരു റെസ്പോൺസ് ടു സ്റ്റിമുലസ് എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ എന്ത് വന്നാൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ശരിക്കും ഉണർന്ന് പ്രവർത്തിക്കേണ്ട, പഠിക്കേണ്ട ഒരു കാലഘട്ടമാണ് അത് എന്ന് വേണം ഞാൻ പറയും. കാരണം നമ്മൾ പറയുന്നതും പറയാതിരിക്കുന്നതും എല്ലാത്തിനും ഒരു വിലയുണ്ട്. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരർത്ഥമുണ്ട് അവിടെ. അപ്പോൾ അത്രയധികം ജനങ്ങളുമായിട്ട് അടുത്തിടപഴകാൻ സാധിക്കുന്ന മറ്റൊരു കാലഘട്ടവും നമുക്ക് നമ്മുടെ ഒരു പക്ഷേ IAS കരിയറിൽ തന്നെ ഉണ്ടാവത്തുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പൂർണ്ണമായും അതിൽ മാത്രം മുഴുകി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ എന്ന് വേണം പറയുവാനായിട്ട്. പക്ഷേ 10 വർഷം ആകത്തുകയായി നോക്കിയാൽ ഓരോ കാലഘട്ടവും വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും പാഠങ്ങളുമാണ് സമ്മാനിച്ചിട്ടുള്ളത് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഈ 10 വർഷങ്ങളിൽ ഒരൊറ്റ ദിവസം പോലും എനിക്ക് അതിന് മുൻപുള്ള ഒരു ദിവസത്തെ പോലെയോ അതിന് മുൻപുള്ള മറ്റേതൊരു ദിവസത്തെ പോലെയോ ഇതുവരെ വന്ന് ഭവിച്ചിട്ടില്ല. ഓരോ ദിവസവും അത്ര വ്യത്യസ്തമാണ്. ഓരോ ദിവസവും മുന്നിൽ കൊണ്ട് കാഴ്ചവെക്കുന്നത് അത്ര വിവിധങ്ങളായിട്ടുള്ള വെല്ലുവിളികളാണ്, വികാരങ്ങളാണ്, എല്ലാം വളരെ വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ അതെ, തീർച്ചയായിട്ടും മോശം അനുഭവങ്ങൾ വന്നിട്ടുണ്ട്, തിക്താനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ചെയ്യണം എന്ന് വിചാരിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടില്ല. ചിലതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയ സ്വാധീനം നമുക്ക് കൊണ്ടുവരാൻ, വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാം കൂടെ ഒരു മിക്സ്ഡ് ബാഗ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാര്യം പറയുമ്പോൾ, തിക്താനുഭവങ്ങൾ പറയുമ്പോൾ, ഈ വീണ് പോകുന്ന സമയത്ത് ഒരു മോട്ടീവ് ഉണ്ടാവുമല്ലോ, അതെന്താണ് ശരി? തിരിച്ച് എഴുന്നേൽക്കാനുള്ള ഒരു മോട്ടീവ് എന്നുള്ളത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മകനാണത്. അതെ, ഇപ്പോൾ അവനാണ് എൻ്റെ പ്രചോദനം എന്നുള്ളതും ഞാൻ ലോകത്തെ കാണുന്നത് അവൻ്റെ കണ്ണിലൂടെയാണ്. ഇപ്പോൾ എനിക്കൊന്ന് നേരത്തെ പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉക്രൈനിലെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് തോന്നുന്നു, അങ്ങനെ ഒരു വാചകം പറഞ്ഞിരുന്നത് അല്ലേ, ഓഫീസുകളിൽ നിങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോസ് എടുത്ത് വെക്കുക എന്നെന്തോ പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ ശരിക്കും അവരുടെ കണ്ണിലൂടെ നമ്മൾ ലോകത്തിനെ കാണുമ്പോൾ ഒരു പുത്തൻ ഉന്മേഷമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് മാത്രമല്ല, ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു വീക്ഷണവും മാറും. നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ അത് ഇപ്പോൾ ഇന്ന് എന്നെ മാത്രമല്ല ബാധിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകും. അതെ, അപ്പം അത് ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ, ഒരു ഭരണാധികാരി എന്ന നിലയിൽ ആ ഒരു ദീർഘവീക്ഷണം വളരെ ഉപയോഗം ചെയ്യും നമുക്ക്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ കാര്യം പറഞ്ഞപ്പോ, മന്ത്രി പദവി രാജിവെച്ച് മന്ത്രി കെ രാധാകൃഷ്ണൻ സാറ് യാത്രയപ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോ, അതിനെ കൈയടിച്ച് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ വന്നു. പ്രോട്ടോകോളിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞ് വിമർശിച്ചു വന്നു. പിന്നെ മേഡം എവിടെ പോയാലും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം അതായിരിക്കും. അപ്പോൾ അത് ചർച്ചയായപ്പോൾ എന്താണ് ശരിക്കും തോന്നിയത്? കാരണം അതൊരു സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങളുടെ വ്യക്തിബന്ധത്തിൽ വരുന്ന കാര്യമാണല്ലോ. അതെ, യഥാർത്ഥത്തിൽ ഞാൻ ആ ചിത്രം ഇടുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ സ്നേഹവും ആദരവും അതിലുപരി നന്ദിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ആളുകൾ അവരവരുടെ കാഴ്ചപ്പാടിലൂടെ പല രീതിയിൽ പല തലങ്ങളിൽ അതിനെ കണ്ടു, വ്യാഖ്യാനിച്ചു. പക്ഷെ എൻ്റെ ഉള്ളിൽ അന്നും ഇന്നും ഉള്ളത് അദ്ദേഹത്തെ പോലെ ഉള്ള ഒരു മനുഷ്യൻ, അതായത് മന്ത്രി കെ രാധാകൃഷ്ണൻ എന്ന വലിയ മനുഷ്യൻ എന്നെക്കാളും എത്രയോ ഉയരങ്ങളിലാണ് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും പദവി കൊണ്ടും ഒക്കെ അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തെ പോലെ അത്രയും വലിയൊരു മനുഷ്യൻ, അദ്ദേഹത്തെ ആശ്ലേഷിക്കാനായി എനിക്ക് ഒരവസരവും സ്വാതന്ത്ര്യവും തന്നു എന്നുള്ളത്
അദ്ദേഹത്തിൻ്റെ വിശാലതയാണ് ശരിക്കും കുറിക്കുന്നത്. അത് എനിക്കൊരു വലിയ സൗഭാഗ്യമാണ്. നമുക്കത് എല്ലാവരോടും ചെയ്യാൻ പറ്റണം എന്നില്ലല്ലോ. അങ്ങനെ എത്ര പേരെ അനുവദിക്കുക നമ്മളെ. അപ്പോൾ ഈ പറയുന്ന പ്രോട്ടോകോൾ ആണെങ്കിലും മറ്റെന്താണെങ്കിലും അത് മനുഷ്യരിൽ നിന്നും അകറ്റി നിർത്താനും മനുഷ്യർ തമ്മിൽ പരസ്പരം മതിൽ കെട്ടാനും ഒക്കെ അനവധി കാരണങ്ങളുണ്ട്. അത് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരു 10 കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ വേർതിരിക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പക്ഷേ മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കാനായിട്ട് ഒരേ ഒരു കാരണം മതി, പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത്. ആ ഒറ്റ കാര്യം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ബാക്കി എല്ലാം ആ സമയത്ത് നിഷ്പ്രഭമാകും. നമ്മളെ അകറ്റുന്ന, നമ്മളെ പരസ്പരം തമ്മിലടുപ്പിക്കുന്ന, നമ്മളെ വേർതിരിപ്പിക്കുന്ന, നമ്മളെ വിഭജിക്കുന്ന എല്ലാ ഘടകങ്ങളും, ആ അകൽച്ച എന്ന് പറയുന്നത് ആ നിമിഷം ശരിക്കും ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പരസ്പരം മനസ്സിലാക്കി എന്നുള്ളതിലുപരിയായി ഞാനതാ പറയുന്നത്, ഞാൻ എന്നെ പോലെയുള്ള ഒരു വ്യക്തിക്ക് ആ ഒരു he gave me that great privilege. അതെ തീർച്ചയായിട്ടും. ഇതുപോലെ തന്നെ ഒരു ശരിയും തെറ്റും ചർച്ച ചെയ്ത മറ്റൊരു കാര്യമായിരുന്നു മറ്റേ വിഴിഞ്ഞം ട്രയൽ റൺ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ അഭിപ്രായത്തിന്റെ രാഷ്ട്രീയ വശം ഒരു വശത്ത് സംസാരിച്ചു, അദ്ദേഹത്തെ ഒരു പുകഴ്ത്തി സംസാരിച്ചു എന്നതിന്റെ പേരിൽ രാഷ്ട്രീയ വിമർശനം മറ്റൊരു സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനിൽ അത്തരത്തിൽ ഒരു പുകഴ്ത്തി സംസാരിക്കാനുണ്ടായ ഒരു പ്രേരണ ശരിക്കും എന്തായിരുന്നു? അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഭരണ സ്വഭാവം എന്നുള്ളത്? ഒന്ന് പുകഴ്ത്തി എന്നുള്ള വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യം അതുപോലെ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഏതൊരു ഉദ്ഘാടന വേദിയിലാണെങ്കിലും അപ്പോൾ അന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കുന്നതിന് മുൻപും പിൻപും ഒക്കെ അനവധി വ്യക്തികൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിലും ഇതേപോലത്തെ വാക്കുകളും വാചകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിവേ ആ ഒരു സംഭവത്തെ നമുക്ക് വിടാം. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അന്നും ഇന്നും ഒക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനിപ്പോൾ സർവീസിൽ പ്രവേശിക്കുന്ന സമയം 2014 മുതൽ ട്രെയിനിങ് ആയിരുന്നു ഞങ്ങൾക്ക് 2 വർഷം. ട്രെയിനിങ് സമയത്ത് 10 മാസം കോട്ടയത്ത് അസിസ്റ്റന്റ് കളക്ടറായിരുന്നു. അതിനുശേഷം അപ്പോൾ ആ സമയത്ത് ഉമ്മൻചാണ്ടി സാറാണ് മുഖ്യമന്ത്രി. അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്ത് സബ് കളക്ടറായിട്ട് ചാർജ് എടുക്കുന്നു. അന്ന് മുതൽ, അതായത് ഞാൻ സബ് കളക്ടറായി ചാർജ് എടുക്കുന്ന സമയം മുതൽ 2016 മുതൽ ഞാൻ മുഖ്യമന്ത്രിയുടെ കൂടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഇത്രയും കാലം. അതെ, തുടക്കം മുതൽ. അപ്പോൾ അന്നും ഇന്നും ഞാൻ കണ്ടിട്ടുള്ള ആ ഭരണാധികാരി ശരിക്കും താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭരണാധികാരിയാണ്. യു കനോട്ട് ഡ്രോ പാരലൽസ് ടു എനിബഡി. അത് ഞാൻ മാത്രമല്ല, ഒരുപക്ഷെ എല്ലാവരും പറയുന്നൊരു കാര്യമായിരിക്കും. അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ആ ഒരു വ്യക്തിത്വത്തിനുടമ എന്നുള്ളത് തന്നെ ഒരു സവിശേഷതയാണ്. 2, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ജനങ്ങളുടെ ഒരു പ്രശ്നം, അത് ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിലാകട്ടെ, ഇപ്പോൾ പ്രത്യേകിച്ചും കളക്ടറായിരിക്കുന്ന സമയത്ത് ശബരിമലയുടെ കാര്യത്തിലാകട്ടെ, അവിടെ ഈ പറഞ്ഞ പോലെ പ്രളയത്തിൻ്റെ സമയത്താകട്ടെ, ഇനി അതിനു മുൻപ് തിരുവനന്തപുരത്ത് സബ് കളക്ടറായിരിക്കുന്ന സമയത്ത് ഇവിടെ അനവധി നമുക്ക് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഓഖി ദുരന്തത്തിൻ്റെ സമയത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സബ് കളക്ടറായിരുന്നു ആ സമയത്ത്. അതിനുശേഷം കോവിഡ് വന്ന സമയത്ത് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ പൂന്തുറ, നമ്മുടെ കോസ്റ്റൽ റീജിയൻ, തീരദേശ പ്രദേശത്തെല്ലാം കോവിഡ് കമാൻഡറായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താവട്ടെ, അതിനുശേഷം നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ കിറ്റ് ഉണ്ടാക്കുന്ന ഭക്ഷ്യധാന്യ കിറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ MGNREGSൻ്റെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ കിറ്റ് ഉണ്ടാക്കുന്ന പ്രക്രിയക്ക് വേണ്ടി എന്നെ സ്പെഷ്യൽ ഓഫീസറായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഫുഡ് സെക്രട്ടറിയുടെ കൂടെ ജോലി ചെയ്യാനായിട്ട്. അപ്പോൾ അന്ന് സ്പെഷ്യൽ ഓഫീസറായിട്ട് ഈ 87 ലക്ഷം കിറ്റ് ഉണ്ടാക്കാനായിട്ട് ആ സമയത്ത് സാഹചര്യം കൂടെ ഉണ്ടല്ലോ. അതെ, ആ സാഹചര്യം. അപ്പോൾ അത് മൊത്തം ആസൂത്രണം ചെയ്ത് അങ്ങനെ അനവധി അനുഭവങ്ങൾ, ഈ പറഞ്ഞ അനുഭവങ്ങളെല്ലാം തന്നെ ഒരു പക്ഷേ കഴിഞ്ഞ ഇത്രയും കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമ്മുടെ
സർക്കാരും ജനങ്ങളും ഒക്കെ കടന്നുപോയിട്ടുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ ഞങ്ങൾ ഉദ്യോഗസ്ഥർക്കായാലും ജനങ്ങൾക്കായാലും എത്രമാത്രം ധൈര്യം പകർന്നുകൊണ്ട്, എത്രമാത്രം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് നമ്മൾക്ക് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു വ്യക്തിയോട് ഒരു കാര്യം പറയുമ്പോൾ രണ്ട് രീതിയിൽ അവർക്ക് പ്രതികരിക്കാം. നിങ്ങളതൊക്കെ പറയും, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നുള്ള മട്ടിൽ വേണമെങ്കിൽ നമുക്ക് പ്രതികരിക്കാം. തീരുമാനം ഞങ്ങൾ എടുത്താൽ നിങ്ങൾ പറയുന്നത് പറഞ്ഞു എന്ന് വേണമെങ്കിൽ പ്രതികരിക്കാം. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അതെ ഞാനത് കേൾക്കുന്നുണ്ട്, അതിൽ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് ഏതാണോ നല്ലത് ആ രീതിയിലുള്ളൊരു തീരുമാനം ഞാൻ എടുക്കും എന്നും ഒരാൾക്ക് പ്രതികരിക്കും. ഒരു ഭരണാധികാരി എന്ന് പറയുമ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമല്ലോ. അതിൽ തീർച്ചയായിട്ടും നമ്മൾ ന്യായമായി പറയുന്ന കാര്യങ്ങൾ, ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ വരും വരായ്മകൾ എല്ലാം തന്നെ നമ്മൾ കേൾക്കപ്പെടുന്നു എന്നുള്ള ഒരു പ്രതീതി എന്നുള്ള ഒരു വസ്തുത തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇത്രയും ഘട്ടങ്ങൾ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടായിരുന്നു. പല പല രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇത്രയും വലിയൊരു വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനോന്മുഖമായിട്ടുള്ള ഒരു പ്രവർത്തനം. അപ്പോൾ അങ്ങനെ പല മുഖങ്ങൾ ഞാൻ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. അതെ 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 തീർച്ചയായും. 2014 കോട്ടയത്തെ സബ് കളക്ടർ ആയിരുന്ന സമയത്താണ് നേരത്തെ പറഞ്ഞ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരുന്നുള്ളത്. അപ്പോൾ അദ്ദേഹവും ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മകൾ ഷെയർ ചെയ്യാൻ പറ്റും? ഞാൻ ഈ പറഞ്ഞ പോലെ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു അത്രയും സൗഹാർദ്ദപരമായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കാണുക, പരിചയപ്പെടുക എന്നൊക്കെയുള്ളത് തന്നെ വലിയൊരു ആശ്വാസമായിരുന്നു എന്ന് വേണം പറയാം. അപ്പോൾ ഞാൻ കോട്ടയത്തും കൂടെ ആയിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ ആഴ്ചയും കോട്ടയത്ത് ഗസ്റ്റ് ഹൗസിൽ വന്നിട്ട് താമസിക്കുമായിരുന്നു. അപ്പോൾ ഞാനും കോട്ടയം ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. ഞങ്ങളെ അസിസ്റ്റന്റ് കളക്ടേഴ്സ് ട്രെയിനീസിന് ഗസ്റ്റ് ഹൗസിലാണ് സാധാരണ അക്കോമഡേഷൻ നൽകുക. അപ്പോൾ ഞാനും ഗസ്റ്റ് ഹൗസിലാണ്, നാട്ടകം ഗസ്റ്റ് ഹൗസിലാണ് ഞാനും താമസിക്കുക. അപ്പോൾ ഇദ്ദേഹം എന്നും പിന്നെ ശനിയാഴ്ച രാത്രി, അതായത് ഒരു പാതിരാത്രി 1 മണി 1:30 മണിയൊക്കെ ആകും, അതുവരെ അവിടെ വീട്ടിലുണ്ടായിരിക്കും. വീട്ടിൽ നിന്ന് ആളുകളെയൊക്കെ കണ്ടിട്ട് അതിനുശേഷം രാത്രി കിടക്കാനായിട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് വരുമായിരുന്നു സാറ്. അപ്പം അങ്ങനെ രാത്രി ഈ 1:30 മണിക്ക് 2 മണിക്കും ഗസ്റ്റ് ഹൗസിൽ വന്ന് കയറുന്ന മുഖ്യമന്ത്രിയാണ് ഞാൻ അന്നും കണ്ടിട്ടുള്ളത്. അതുമാത്രമല്ല, അപ്പം നമുക്ക് എന്തെങ്കിലും കണ്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം രാവിലെ 6 മണിക്ക്, ഞായറാഴ്ച രാവിലെ 6 മണിക്ക് നമ്മളെ എണീറ്റിരിക്കണം. ഈ 2 മണിക്ക് വന്ന് ഉറങ്ങുന്ന മനുഷ്യൻ രാവിലെ 6 മണിക്ക് വീണ്ടും ഗസ്റ്റ് ഹൗസിൽ ഒരു ക്യൂ വേണം അദ്ദേഹത്തിനെ കാണാനായിട്ട്, അടുത്ത ആളുകളെ കാണാനായിട്ട് തുടങ്ങും. അപ്പം അങ്ങനെ ആ മനുഷ്യനെ കണ്ടായിരുന്നു ഞാൻ ഈ സേവനം ആരംഭിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനൊന്നും ഒരു സമയക്രമം ഇല്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലായെന്ന് വേണം പറയാൻ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഞങ്ങൾ അവിടെ ഗസ്റ്റ് ഹൗസിലാണെങ്കിലും പൂർണ്ണമായിട്ടും അവിടുത്തെ സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാവരും ഇങ്ങനെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു ഇതായിരുന്നു. ഇപ്പോൾ സാറിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, കാലിൽ നീരുണ്ട് അല്ലെങ്കിൽ ശബ്ദം ശരിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഗസ്റ്റ് ഹൗസിലുള്ള ഞങ്ങളുടെ സ്റ്റാഫ് ഉടനെ പോയി അവിടെ പോയി കുറേ ഇലയും പച്ചിലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതുടനെ നീരാക്കി കാലിൽ തേച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള എന്നുവെച്ചാൽ അതൊന്നും ഉദ്യോഗത്തിൻ്റെ ഒരു ഭാഗമായിട്ടല്ലായിരുന്നു. അപ്പോൾ അതെ, ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഈ പറയുന്ന ജീവനക്കാരും രാഷ്ട്രീയ നേതാക്കളും തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ ഒരു നേർചിത്രം കൂടിയാണ് ഞാൻ ഈ പറഞ്ഞത്. അതെ അതെ അതെ. അപ്പോൾ അതുമൊക്കെ അങ്ങനെ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ നിന്നും തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ MD ആണല്ലോ, വലിയ ആരവങ്ങളോട് കൂടി അവിടെ കപ്പലിറങ്ങി അവിടുത്തെ പ്രോജക്റ്റ് റൺ ചെയ്യാൻ തുടങ്ങി. അത് നമ്മുടെ ഒരു വികസന സ്വപ്നങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എത്രത്തോളം ഒരു സാധ്യതയാണ് അത് കേരളത്തിന്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളത് കേരളത്തിന് മാത്രമല്ല ഭാരതത്തിന് തന്നെ വലിയൊരു നാഴികക്കല്ലാണ്, ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു വികസന പ്രവർത്തനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനവും ശരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യഘട്ടത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായി ഈ ഒരു ട്രയൽ ഓപ്പറേഷൻസ് നമ്മൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ കണ്ടതുപോലെ നമ്മൾ അതിൻ്റെ ഉദ്ഘാടനവും ആദ്യത്തെ കപ്പലിനെ വരവേൽക്കുന്നതിൻ്റെ ആനന്ദത്തിലൊക്കെ എല്ലാവരും പങ്കെടുത്തു. അതിനുശേഷം നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഏകദേശം 32 കപ്പലുകൾ അതിനുശേഷം വന്നു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അതെ, നമ്മുടെ തീരത്ത് എത്തിക്കഴിഞ്ഞു. അതിലും
ലോകത്തെ ഏറ്റവും നീളം കൂടിയ കപ്പൽ 400 മീറ്റർ നീളമുള്ള കപ്പലുകൾ എത്തിയിട്ടുണ്ട്. മദർഷിപ്സ് നമുക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും അധികം ആഴത്തിൽ ഡ്രാഫ്റ്റ് വേണ്ടുന്ന കപ്പലുകൾ നമുക്ക് എത്തിയിട്ടുണ്ട്. 24,000 ടണ്ണോളം ഭാരം കൊണ്ടുവരുന്ന കപ്പലുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ വൈവിധ്യമാർന്ന തരത്തിലുള്ള വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ട്രയൽ ഓപ്പറേഷൻസ് എന്നുള്ള ഈ ഒരു കാലഘട്ടം നമ്മൾ ഡിസൈൻ ചെയ്തതും അത് പ്രകാരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം 75,000 TEUs, അതായത് 20 ഫുട്ട് ഇക്വലൻറ്റ് യൂണിറ്റ്സിൻ്റെ അത്രയും കണ്ടെയ്നറുകൾ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ ക്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ സൗത്ത് ഏഷ്യയിൽ തന്നെ മാരിടൈം ട്രാഫിക്കിൻ്റെ 10% വിഴിഞ്ഞ തുറമുഖത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലോകം അതിനെ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ആ സന്തോഷത്തിലാണ് നമ്മൾ നവീൻ ബാബുവിന്റെ കാര്യം സംസാരിച്ചു. ഇപ്പോൾ ആൻ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ പെൺകുട്ടി യുഎഇയിലെ ഈ ജോലി സ്ട്രെസ് മൂലം, ഹൃദ്രോഗം മൂലം മരണപ്പെട്ട്. അപ്പോൾ ഈ തൊഴിൽ മേഖലയിലെ സ്ട്രെസ് എന്നുള്ളത് എല്ലാ കാലവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഇത്ര വലിയ പ്രോജക്റ്റുകളുടെ ഉത്തരവാദിത്തത്തിൽ നിൽക്കുമ്പോൾ ഈ സ്ട്രെസ് മാനേജ്മെന്റ് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയല്ലേ? പ്രധാനപ്പെട്ട കാര്യമാണ്, ഇല്ലാത്തത് ഞാൻ പറയില്ല. പക്ഷേ തൊഴിൽ മേഖലയിൽ മാത്രമല്ല നമുക്ക് സ്ട്രെസ് ഉള്ളത്, നമുക്ക് എല്ലാ ഇടങ്ങളിലും സ്ട്രെസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എവിടെ പോയാലും സ്ട്രെസ്സാണ്. അപ്പോൾ അത് നമ്മുടെ ഓരോ തലമുറ മാറുമ്പോഴും ഈ സമ്മർദ്ദത്തിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര ചെറിയ കാര്യമാണ് അല്ലെങ്കിൽ എത്ര വലിയ കാര്യമാണ് നമുക്ക് സമ്മർദ്ദം ചെലുത്തുന്നതെന്നുള്ളത് ഒരു തലമുറ മുമ്പ് തന്നെ ചോദിച്ചു നോക്കിയാൽ അതും ഇതും തമ്മിലിപ്പോൾ ഭയങ്കര വ്യത്യാസമാണ് ശരിക്കും. അപ്പം നമുക്കിപ്പോൾ ഫോണിൽ കുറച്ച് നേരം റേഞ്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ്സാണ്, ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ അത്രമാത്രം നമ്മൾ പണ്ട് ഒരു കാലഘട്ടത്തിൽ ഒരു സുഹൃത്തിനോട് ഇരുന്ന് കത്തെഴുതി അത് കവറിൽ ഒട്ടിച്ച് കൊണ്ട് പോസ്റ്റ് ചെയ്ത് അതിൽ ലഭിച്ചോ എന്നുള്ളത് അറിഞ്ഞ് മറുപടി ലഭിക്കാനായിട്ട് ഒരാഴ്ചയോ 10 ദിവസമോ ഒരു കുഴപ്പമില്ലാണ്ട് കാത്തിരുന്ന വ്യക്തികളാണ് നമ്മളൊക്കെ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് എൻ്റെ തലമുറ തന്നെ മാറിയിരിക്കുന്നത് മറ്റേ വാട്സാപ്പിൽ 2 ടിക്ക് വന്നു കഴിഞ്ഞു, നീല ടിക്ക് വന്നു കഴിഞ്ഞിട്ട് തിരിച്ച് റിപ്ലൈ വന്നില്ല എന്നുണ്ടെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ ലോകം അങ്ങ് അവസാനിക്കുന്ന സ്ട്രെസ്സാണ്. അതിനുള്ളിൽ ബന്ധം അങ്ങ് ഇല്ലാണ്ടാവുക. അപ്പം അത്തരത്തിലുള്ള മനുഷ്യ മനസ്സിൻ്റെയും നമ്മുടെ പ്രതീക്ഷകളുടെയൊക്കെ ഒരു വലിയൊരു രൂപാന്തരം സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. അത് ശരിക്കും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും തീർച്ചയായിട്ടും സാങ്കേതിക വിദ്യ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ അപക്വമായി നമ്മൾ നോക്കിക്കണ്ടു എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ പറയൂ. പിക്കോ അയ്യറിൻ്റെ ഒരു ആദ്യകാലത്തെ ഏകദേശം ഒരു ദശകത്തിന് മുമ്പുള്ള ഒരു ലേഖനമായിരിക്കും. അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു, ദി ഇൻഫർമേഷൻ റെവല്യൂഷൻ കെയിം വിതൗട്ട് ആൻ ഇൻസ്ട്രക്ഷൻ മാനുവൽ എന്ന്. വളരെ ശരിയാണ്. എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു മാനുവൽ ഇല്ലാതെ, ഒരു മാർഗരേഖ ഇല്ലാതെയാണ് ഇത്രയധികം സാങ്കേതിക വിദ്യ നമ്മുടെ മുന്നിലേക്ക് വന്നത്. ശരിക്കും ഈ തൊഴിലിടങ്ങളിലെ സമ്മർദ്ദം പോലും ഒരു പരിധിവരെ അതുകൂടെ കൊണ്ടാണ്. അത് 2 രീതിയിലുണ്ടാവുമല്ലോ. ഇപ്പോൾ പണ്ട് നിവേദനങ്ങൾ ലഭിക്കാൻ ഇപ്പോൾ ജില്ലാ കളക്ടറായിരിക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രിയായിരിക്കുമ്പോഴൊക്കെ നമുക്ക് നിവേദനങ്ങൾ പണ്ട് ലഭിക്കുമായിരുന്നു. ആളുകൾക്ക് പണ്ടും പ്രശ്നങ്ങളുണ്ടായിരുന്നു, പരാതികളുണ്ടായിരുന്നു അല്ലേ. അന്ന് നിവേദനം ലഭിക്കാൻ വളരെ കുറച്ച് മാർഗങ്ങളേ ഉള്ളൂ നമുക്ക്. ഒന്നുകിൽ വന്ന് തരണം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ കത്തയക്കണ, രജിസ്റ്റേർഡ് പോസ്റ്റ്, അത്രയൊക്കെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇപ്പോൾ കളക്ടർ ആവണമെന്നില്ല, വില്ലേജ് ഓഫീസർ മുതലുള്ള അല്ലെങ്കിൽ SI മുതലുള്ള പഞ്ചായത്ത് സെക്രട്ടറി മുതലുള്ള ഏത് ഉദ്യോഗസ്ഥനെടുത്താലും നമുക്ക് വാട്സാപ്പിലൂടെ പരാതികൾ ലഭിക്കും, ഫോൺ വിളിച്ച് പരാതികൾ ലഭിക്കും, നമുക്ക് വാട്സാപ്പിലൂടെ വ്യക്തിപരമായി ലഭിക്കും, ഗ്രൂപ്പുകളിൽ ചിലപ്പോൾ മേലുദ്യോഗസ്ഥരിടും, ചിലപ്പോൾ കീഴിലുള്ള ഉദ്യോഗസ്ഥരിടും, ചിലപ്പോൾ സഹപ്രവർത്തകരിടും, അങ്ങനെ ഫോർവേഡ് ചെയ്ത് കുറച്ച് പരാതികൾ ലഭിക്കും. ഇമെയിൽ വഴി നമുക്ക് പരാതികൾ ലഭിക്കും. പരാതി പരിഹാര സെല്ലിൽ നിന്നും വരുന്ന പരാതികൾ വേറെ ലഭിക്കും. നമ്മൾ അദാലത്തുകൾ പോലെ നടത്തിയിട്ട് അങ്ങനെ വരുന്ന പരാതികൾ നമുക്ക് ലഭിക്കും. ഇനി മന്ത്രിമാരുടെ ഓഫീസിൽ നിന്നുമുള്ള പരാതികൾ നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ തിരിച്ചതുപോലെ നമ്മുടെ റിപ്പോർട്ട് മന്ത്രിമാരുടെ അങ്ങോട്ട് പോവും, അല്ലെങ്കിൽ സെക്രട്ടറി മേലുദ്യോഗസ്ഥരുടെ ഓഫീസിൽ നിന്ന് അവിടെ ലഭിക്കുന്ന പരാതികൾ നമുക്ക് ലഭിക്കും. ഇനി ഇതൊന്നും അല്ലാതെ
മറ്റ് ജനപ്രതിനിധികളിൽ നിന്നും ചിലപ്പോൾ ഇപ്പോൾ ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആയിരിക്കും പോയി കണ്ടു പറയുക, അല്ലെങ്കിൽ MLA ആയിരിക്കും പോയി കണ്ടു പറയുക, അവർ നമ്മളെ വിളിച്ചു പറയും. അങ്ങനെ ഈ പരാതികൾ തന്നെ നമ്മിലേക്ക് എത്താനായിട്ട് ഒരു പാത 2 പാത ഉണ്ടായിരുന്നതിൽ നിന്നും പെട്ടെന്ന് മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ എണ്ണമറ്റ പാതകളാണിപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളതിന് ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെയാണ് അന്നും ഇന്നും. ഇത് വന്നു ചേരുന്നത് ഒരു വ്യക്തി തന്നെയാണ് അന്നും ഇന്നും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വിശദമായിട്ട് ഒരു തൊഴിലിടത്തിൽ എങ്ങനെയാണ് ഇത് ആ വ്യക്തിയെ ബാധിക്കാത്ത തരത്തിൽ, എന്നാൽ ആ വ്യവസ്ഥയെയും ബാധിക്കാത്ത തരത്തിൽ നമ്മൾ ഇതെല്ലാം കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ആ വ്യവസ്ഥയെ ബാധിക്കും, അല്ലേ? ആ സിസ്റ്റത്തിനെ അത് ബാധിക്കും, ആ സിസ്റ്റം തകരും. ഈ പരാതികളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം തകരും, ആ വ്യവസ്ഥ തകരും. ഇനി ഇതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി തകരും. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു സന്തുലിതാവസ്ഥ നമ്മൾ കണ്ടുപിടിക്കണം. യു ഹാവ് ടു സ്ട്രൈക്ക് എ ബാലൻസ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ പേഴ്സൺ. അപ്പോൾ അത് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഏതൊരു തൊഴിലിടത്തിലാണെങ്കിലും. സോ ദാറ്റ് ഐ തിങ്ക് ഇസ് ദ കോർ പ്രോബ്ലം ബിറ്റ്വീൻ വർക്ക് ലോഡ് ആൻഡ് ഈ ഒരു സിസ്റ്റം ഗവർണൻസ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പ്രശ്നം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം, ഈ പരാതി പരിഹാരം എന്നുള്ളതിലുപരിയായി, പരാതി പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ വ്യവസ്ഥയുടെ ഒരു ഭാഗം മാത്രമാണ്. അതല്ലാതെ നമ്മുടെ കോർ വർക്ക് എന്ന് പറയുന്നത് വേറെയും ധാരാളമുണ്ട്. അതെ. അപ്പോൾ അതും ഇതും തമ്മിൽ ബാലൻസ് ചെയ്യുക എന്നുള്ളത് വേറൊരു കാര്യമാണ്. അങ്ങനെ അതിപ്പോൾ ഞാനൊരു സർക്കാർ വ്യവസ്ഥയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ സമാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കോർപ്പറേറ്റ് സെക്ടറിലുമുണ്ട്. ഇവിടെ സാധാരണക്കാരാണ് പരാതികൾ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ക്ലയൻസ് എന്ന് അവർ വിളിക്കും. പേരുകൾ മാറുന്നതേ ഉള്ളൂ, പക്ഷെ പ്രശ്നം തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അത്രയധികം നമുക്ക് മനുഷ്യനും തമ്മിൽ ഈ ആശയവിനിമയം നടത്താനുള്ള മാർഗങ്ങൾ ഇത്ര ബഹുലമായി കഴിഞ്ഞപ്പോൾ, നമുക്ക് അതിൻ്റെ ബാഹുല്യം ഇത്രയും വർദ്ധിച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം കൂടെ നമ്മളിലേക്കാണ് വന്ന് കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എവിടെയോ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചൊന്ന് ഓർത്തെടുക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇനി അതെങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളത് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിന് ഫുൾ പ്രൂഫായിട്ട് ഒരു സൊല്യൂഷനൊന്നുമില്ല. പക്ഷേ ചെയ്യാവുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന്, ഒരു വ്യക്തി എന്നുള്ളതിലല്ലാതെ ആവശ്യത്തിലുള്ള വർക്ക് ഡെലിഗേഷൻ എന്നുള്ളത് നമ്മൾ ചെയ്യണം, ഡെലിഗേറ്റ് ചെയ്യണം. ആ വ്യവസ്ഥയിൽ അതിനുള്ള അവസരങ്ങളുണ്ട് നമുക്ക്. അതായത് എല്ലാം കൂടെ ഒരാളുടെ തലയിൽ ഏൽപ്പിക്കുക എന്നുള്ളതല്ല, പക്ഷേ ആരാണ് എന്ത് ചെയ്യാനാണ് ഉചിതമായിട്ടുള്ള വ്യക്തി എന്നുള്ളത് കണ്ടുപിടിച്ച്, യോഗ്യനായിട്ടുള്ള വ്യക്തി എന്നുള്ളത് കണ്ടുപിടിച്ച് അതാത് ജോലികൾ അതാത് വ്യക്തികളെ കൊണ്ട് അതാത് വ്യക്തികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിലും മൈക്രോ മാനേജ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ശൈലി. ഞാനൊരു ജോലി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ അതിൻ്റെ ഏറ്റവും വിശദമായിട്ടുള്ള ഒരു പദാവലിയിലേക്ക് ഞാൻ പോകാറില്ല. ഒരു എസ്സേ എഴുതാൻ പറഞ്ഞാൽ എസ്സേ എഴുതി തരുമ്പോൾ ഞാൻ വായിക്കുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിൽ ഏതൊക്കെ പദങ്ങളാണ് എഴുതുന്നത്, ഏത് പേന വെച്ചാണ് എഴുതുന്നത്, എവിടെയാണ് കുത്തുകോമ ഇടുന്നത് എന്നുള്ളത് ഞാൻ പോകാറില്ല. അപ്പോൾ ഒരാളെ ഒരു ജോലി ഞാൻ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അതിന് ആ വ്യക്തിക്ക് പ്രാപ്തി ഉണ്ടെന്നുള്ളത് അറിഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ ആ വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ ഔചിത്യത്തെ, അദ്ദേഹത്തിൻ്റെ വിവേകത്തെ ഞാൻ പൂർണ്ണമായും മാനിക്കും. അതാണ് എൻ്റെ ഒരു ശൈലി. എനിക്കൊന്ന് മൈക്രോ മാനേജ് ചെയ്യാണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി ടെൻഷൻ കുറയുന്നു. കാരണം പലപ്പോഴും എൻ്റെ രീതി അല്ല നിൻ്റെ രീതി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാവും. അതിപ്പോൾ അടുക്കളയിലാണെങ്കിൽ അങ്ങനെയാണ്. ഒന്ന് ദോശ ഉണ്ടാക്കുമ്പോൾ പോലും എൻ്റെ രീതിയിലല്ല മറ്റൊരാൾ ദോശ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ അത് എത്രയാണ് എണ്ണ അതിലെടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരം തവി കൊണ്ടാണ് ദോശമാവ് പരത്തുന്നത് എന്നുള്ളത് മുതൽ എല്ലാത്തിനും ഒരു കൈവാക്കുണ്ട് ഓരോരുത്തർക്കും. അത് വേറൊരാൾ വേറൊരു രീതിയിൽ ചെയ്യുന്നത് കാണുമ്പോൾ, അത് നമ്മുടെ അടുക്കളയിൽ നിന്ന് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് സഹിക്കില്ല. അതേപോലെയാണ് ഓഫീസിൽ നമ്മൾ വേറൊരാൾ ജോലി ചെയ്യാൻ അനുവദിക്കുമ്പോൾ അത് എൻ്റെ രീതിയിൽ തന്നെ അയാൾ ചെയ്യണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ മൈക്രോ മാനേജ്മെൻറ്റ് എന്നുള്ളത് ഞാൻ ഒരിക്കലും ചെയ്യാം. പക്ഷേ ഔട്ട്പുട്ട് ഇന്നതായിരിക്കണം എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേണം, അത്രേ ഉള്ളൂ. ചെയ്യേണ്ട രീതി നിങ്ങൾ ചെയ്തോളൂ. അപ്പോൾ പകുതിയും നമ്മുടെ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് അതിൽ കുറേയൊക്കെ നമുക്ക് ഇല്ലാണ്ടാവും. ഒന്നത്. 2, ഈ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത് അത് ഏതൊരു പ്രവൃത്തിയാണെങ്കിലും, അതിപ്പോൾ ഒരു സംഗീതജ്ഞനാണെങ്കിലും ഒരു ഉദ്യോഗസ്ഥയാണെങ്കിലും ഒരു
രാഷ്ട്രീയക്കാരനാണെങ്കിലും എന്താണെങ്കിലും തന്നെ ആ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ അത്രമാത്രം ആസ്വദിച്ച് ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ സമ്മർദ്ദം എന്നുള്ളതും ഒരു പരിധി വരെ നമുക്ക് ഊർജമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഭർത്താവ് കെ ശബരിനാഥൻ കോൺഗ്രസ് പാർട്ടിയുടെ മുൻ MLA ആയിരുന്നു, ഇപ്പോഴും മുഴുസമയ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അവരുടെ ഒരു എതിർപക്ഷത്തുള്ള പ്രസ്ഥാനത്ത് ഭരിക്കുന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലുണ്ട് എന്നുള്ള ഏറ്റവും ഉയർന്ന തസ്തികകളിലുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകാറുണ്ടോ? ഇത് കാരണം എനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടൊന്നുമില്ല. കാരണം ഞാനെന്ന് പറയുന്ന വ്യക്തി ശബരിനാഥൻ്റെ ഭാര്യയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം നിർവചിക്കപ്പെടുന്ന ഒരു വ്യക്തിയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ സമൂഹം എന്നെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ IAS കാരിയായി ഇവിടെ സബ് കളക്ടർ ആയതിനു ശേഷമാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അതേ ആ സമയത്ത് MLA ആയിരുന്നു. അതെ, അദ്ദേഹം ആ സമയത്ത് MLA ആയിരുന്നു. അപ്പോൾ എൻ്റെ വ്യക്തിത്വം നിർവചിക്കപ്പെടുന്നത് ആ ഒരു ഐഡൻറ്റിറ്റി കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. എൻ്റെ തൊഴിൽ ആണ് എൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് ഞാൻ എപ്പോഴും എൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചിട്ടുണ്ട് എന്നുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴലിലൊന്നും ആളുകൾ എന്നെ നോക്കിയിട്ടില്ല. പ്രത്യേകിച്ചും സർക്കാരിൻ്റെ ഭാഗത്തൊന്നും അങ്ങനെ ഒരിക്കലും വന്നിട്ടില്ല. ഇല്ല. നേരത്തെ ഒരു ലേഖനത്തെ ഉദ്ധരിച്ച് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു. കയ്യൊപ്പിട്ട വഴികൾ എന്നുള്ള പുസ്തകം ഞാൻ നേരത്തെ തന്നെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഓരോ അധ്യായം കഴിയുമ്പോഴും ഒരു കോളം വെച്ചിട്ട് ഒരു കോട്ട് അതല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ വായിച്ചത് എഴുതുന്നു, ആളുകൾക്ക് പകർത്തി കൊടുക്കുന്നു. അപ്പൊ അതിന് അത്രയും ഡീറ്റെയിൽ മൈന്യൂട്ടായിട്ടാണ് ഓരോ അധ്യായത്തിന്റെ താഴെയും ഓരോ കോളം വെച്ച് അനുഭവങ്ങളോ അല്ലെങ്കിൽ ഒരു കോട്ട് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വായനാശീലം എന്നുള്ളത് ഇപ്പോൾ IAS ആവാൻ പഠിക്കുന്ന സമയം മുതലേ ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ അതെങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്? ഇപ്പോൾ പണ്ടത്തെ പോലെ ഇരുന്ന് അത്രയും പുസ്തകം വായിക്കാനുള്ള ഒരു സാവകാശം കിട്ടാറില്ല എന്ന് വേണം പറയാൻ. പക്ഷേ എനിക്ക് പണ്ടും തന്നെ അങ്ങനെ ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് അത് വായിച്ച് തീർത്തതിന് ശേഷം ഇനി വേറൊരു കാര്യമുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കാലത്തും പുസ്തകം വായിച്ചിട്ടില്ല. എനിക്കൊന്ന് എൻ്റെ ഒരു വായനാ ശൈലി എന്ന് പറയുന്നതും കുറച്ചുകൂടെ ആയാസം കുറഞ്ഞ ഒരു ശൈലിയാണ്. ചിലർ പുസ്തകം വായിക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഈ പറഞ്ഞതുപോലെ ഭയങ്കര ഒരു മാച്ച് കാണുന്നത് പോലെ ഇരുന്ന് പുസ്തകം വായിക്കുന്ന ആളുകൾ എനിക്കറിയാം. അങ്ങനെ ഞാൻ ഒരിക്കലും പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല. എൻ്റെ സൗകര്യത്തിന് എൻ്റെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ ആ ഒരു ഈണത്തിലും താളത്തിലേക്ക് ഞാൻ വായിച്ചിട്ടുള്ളൂ പണ്ടും. അപ്പോൾ അതുപോലെ ഞാൻ ഇപ്പോഴും വായിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അതിന് കൃത്യമായിട്ട് ഒരു കണക്കും അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു സമയവും അങ്ങനെയൊന്നുമില്ല. അതെ. അപ്പോൾ എനിക്ക് വായിക്കണം എന്ന് തോന്നുന്നത് ഞാൻ വായിക്കാറുണ്ട്. ഇപ്പം ഞാൻ വണ്ടിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ വായിച്ചുകൊണ്ടിരുന്നത് ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമായിരുന്നു. അപ്പോൾ സെർമൺ ഓഫ് ദ മൗണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു മലയാള തർജ്ജിമ എനിക്ക് കഴിഞ്ഞ ദിവസം ഓഫീസിൽ വന്നപ്പോൾ ഒരു വ്യക്തി കൊണ്ടുവന്ന് തന്നായിരുന്നു. അദ്ദേഹം എഴുതിയതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ വായിച്ചുകൊണ്ട് വരികയായിരുന്നു ശരിക്കും. അപ്പോൾ ഇപ്പം വണ്ടിയിലിരിക്കുമ്പോൾ യാത്രകളുടെ സമയത്ത് കുറേ വായന കൂടിയിട്ടുണ്ട് ഇപ്പോൾ. അതെ, പണ്ട് അങ്ങനെ വായിച്ചിട്ടില്ലായിരുന്നു. യാത്രയുള്ള സമയത്ത് അങ്ങനെ വായിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ സമയമാണ് എനിക്ക് എന്നെ കിട്ടുന്ന സമയം എന്നുള്ളത് മനസ്സിലായത് തൊട്ട് ആ സമയത്ത് ഇപ്പോൾ വായിക്കാറുണ്ട്. ഞാനിപ്പോൾ ഈ മാഡം പറഞ്ഞതിൽ നിന്ന് ഒന്ന് ആഡ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കളക്ടറായിരിക്കും MG യൂണിവേഴ്സിറ്റിയിലെ യൂത്ത് ഫെസ്റ്റിവലിന് പിള്ളേരെ കൂടെ ഡാൻസ് കളിച്ചത് അത് ഇന്റർനാഷണൽ മീഡിയാസ് വരെ വലിയ രീതിയിൽ വാർത്തയാക്കിയിരുന്നല്ലോ. അപ്പോൾ അത്തരം പാഷനുകളെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ചിത്രശലഭമാകുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിരുന്നു എന്നാ തോന്നുന്നത് എനിക്ക്. ഞാനീ പറഞ്ഞ പോലെ അതിന് മുമ്പായാലും ഞാൻ അത് തന്നെ ചെയ്യുമായിരുന്നു. പിന്നെ അന്ന് കളക്ടർ ആയിരിക്കുമ്പോൾ അത് ചെയ്തതുകൊണ്ട് അത് കുറെ കൂടെ ആളുകൾക്ക് അത് അസാധാരണമായിട്ട് തോന്നി. പക്ഷേ എനിക്കത് ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അപ്പം ഞാൻ ഇന്നതായി എന്നുള്ളത് കൊണ്ട് ഞാൻ എന്നെ സ്വയം നിയന്ത്രിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ സത്യാവസ്ഥ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ നമ്മുടെ മുന്നിൽ പ്രശ്നമായിട്ട് വരുമ്പോൾ ഒരു ബന്ധത്തിൽ ഉണ്ടാകുന്ന ഒരു വിഘടനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ശരിക്കും അത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഊർജം നൽകുന്നത്. നമ്മൾ പരസ്പരം ഇണങ്ങുമ്പോൾ, പരസ്പരം നമ്മൾ ഇടപെടുമ്പോൾ, പരസ്പരം നമുക്ക് ആശയം കൈമാറാൻ സാധിക്കുമ്പോൾ ഒക്കെയാണ് നമുക്ക് ശരിക്കും ഒരുപാട് ഊർജം ലഭിക്കുന്നതും നമുക്ക് ജീവിക്കാനുള്ളൊരു ത്വര വരുന്നത് അതുകൊണ്ട്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഈ നവമാധ്യമങ്ങൾ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ എന്നുള്ളത് നിമിഷ നേരം കൊണ്ട് എത്രമാത്രം ആളുകളുടെ ഒരു ലഹരിയായി മാറിയിരിക്കുകയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ. എത്ര വർഷങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. നമ്മളിങ്ങനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ സോഷ്യൽ മീഡിയ സച്ച് എ ഹിറ്റ്,
Like everybody wants to be there. Why do they want to be there? Because they want to connect with each other. That's a simple reason, right? അപ്പോൾ അത് നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളപ്പോൾ എന്തിനാ നമ്മൾ സ്വയം പിടിച്ചു നിൽക്കുന്നത്, എന്തിനാ സ്വയം നിയന്ത്രിക്കുന്നത്? നേരിട്ടൊക്കെ ചെയ്യാം, അത്രേ ഉള്ളൂ. അതൊരു വളരെ ആത്യന്തികമായിട്ടുള്ള ഒരു മനുഷ്യ ത്വരയാണെന്ന് എനിക്ക് തോന്നുന്നത് അത്. അപ്പം അത് ഈ പറയുന്ന പോലെ പാട്ടിലൂടെയും ഡാൻസിലൂടെയും അഭിനയത്തിലൂടെയൊക്കെ നമുക്ക് ജനങ്ങളുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന, ഒരു സമ്പർക്കം പുലർത്താൻ പറ്റുക എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു താല്പര്യം ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അത് അറ്റുപോകാൻ അനുവദിക്കരുത് എന്നുള്ള ഒരു ബോധമുണ്ട്. അത് വേണമെന്ന് വെച്ച് ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെ അവസരങ്ങൾ ഇങ്ങനെ വന്ന് ഭവിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് വന്നു പോകുന്നു. സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു വിമർശനമായിട്ട് പലപ്പോഴും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ വിഴിഞ്ഞം പ്രോജക്റ്റിന്റെ സമയത്ത് ഉൾപ്പെടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ വന്ന് കമന്റ് ബോക്സിൽ ഉൾപ്പെടെ ട്രോളുകളും അതുപോലെ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ സൗമ്യ സരിൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അവർ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ എന്ന വ്യക്തിയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ മാഡം ആ സമയത്ത് അങ്ങനത്തെ ഒരു കോട്ടിൽ സംസാരിച്ചിരുന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ രാഷ്ട്രീയം അത് വേറെ, ഞാൻ എന്ന വ്യക്തി വേറെ എന്നുള്ളത്. അപ്പോൾ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാവുന്ന സമയത്തുള്ളൊരു മനോഭാവം എന്നുള്ള കാര്യം ഉണ്ടല്ലോ. ഇത്രയധികം ആളുകളിലേക്ക് ഒരു വിഷയം എത്തിച്ചേരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഫലമാണ് വിമർശനം ഉണ്ടാവുക എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എല്ലാം ഒരേപോലെ ചിന്തിക്കുന്ന വ്യക്തികളല്ലല്ലോ നമ്മുടെ സമൂഹത്തിലുള്ളത്. പലരും അവരവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് പുറത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വിമർശനങ്ങൾക്ക് എതിരായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ പലപ്പോഴും ഈ വിമർശനം ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അല്ലാതെ ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെ ചൊല്ലിയാകുമ്പോഴാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുപോലെ അല്ലെങ്കിൽ അത് കാരണം, ഞാൻ ചെയ്ത ഒരു പ്രവൃത്തി കാരണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്ന ഒരു പ്രവൃത്തി കാരണം മറ്റുള്ളവർ ബാധിക്കപ്പെടുന്നു എന്നുള്ള ഒരു ബോധം അതെപ്പോഴും മനസ്സിലുണ്ടാവാറുണ്ട്. അപ്പം ഞാൻ അന്നത് വെറുതെ ഒരു ഭാര്യയല്ല എന്ന് ഞാൻ പറഞ്ഞത് ദിവ്യ സയ്യർ എന്നുള്ള ഒരു വ്യക്തിക്ക് മാത്രം വേണ്ടിയല്ലായിരുന്നു. എന്നെപ്പോലുള്ള ആ വർക്കിംഗ് വുമൺ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ ആരും തന്നെ ഞങ്ങളുടെ ഭർത്താവിനെ ചൊല്ലിയല്ല ഞങ്ങളെ നിർവചിക്കേണ്ടത്. ഞങ്ങളുടെ വ്യക്തിത്വം നിർവചിക്കുന്നത് ഞങ്ങളുടെ ഭർത്താവിൻ്റെ അഭിപ്രായം മാത്രം കണക്കിലെടുത്തിട്ടല്ല എന്നുള്ളത് സമൂഹത്തിനോട് പറയേണ്ടത് എൻ്റെ ഒരു കർത്തവ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അന്ന് അതിന് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ അല്ലാതെ വ്യക്തിപരമായിട്ട് വിമർശനങ്ങൾ വരുന്നത്, I always think that it's a sign of a healthy society and it's a sign of societal growth. സമൂഹം അത്രയധികം എതിർ ശബ്ദങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള പക്വത സമൂഹം ആർജിക്കുന്നു എന്ന് വേണം നമ്മൾ കണക്കിലെടുക്കാൻ. സമൂഹത്തിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ അത്രയധികം ആളുകൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടില്ലേ. അപ്പോൾ അത്രയും അധികം വൈവിധ്യമാർന്ന എതിരഭിപ്രായങ്ങൾ അത്രയും അധികം വരുന്നു എന്നുള്ളത് സമൂഹത്തിന്റെ വളർച്ചയുടെ ഒരു ഭാഗമാണെന്ന് ഞാൻ കണക്കാക്കുന്നത്. നമ്മളിപ്പോൾ വർക്കിംഗ് വുമൻസിന്റെ കാര്യം സംസാരിച്ചപ്പോൾ മാഡത്തിന് ഒരു പുസ്തകമാണ്, മറ്റേ ഒരു ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ എന്നുള്ള നൈജീരിയൻ എഴുത്തുകാരുടെ. അപ്പോൾ ആ പുസ്തകത്തിൽ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് സ്ത്രീ സ്വയം പര്യാപ്തരാവേണ്ട ആവശ്യകതയാണല്ലോ സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു 10 വർഷത്തിലേറെയായി കേരളത്തിൽ പൊതുരംഗത്ത് സേവനം ചെയ്യുന്ന ആളെ നിലക്ക് ഒരു സ്ത്രീ സൗഹൃദ തൊഴിലിടം എന്നുള്ളത് എത്രത്തോളം സാധ്യമായിട്ടുണ്ട് എന്നുള്ളതൊന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ കഴിയും? സ്ത്രീ സൗഹൃദ തൊഴിലിടം എന്നുള്ളത് ഇനിയും കാതങ്ങളേറെ താണ്ടേണ്ടതായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ശരിയായ ദിശയിലേക്കാണ് നമ്മുടെ പോക്ക് എന്ന് പറയാൻ സാധിക്കും നമുക്ക്, പ്രത്യേകിച്ചും കേരളത്തിൽ. ഞാനിപ്പോൾ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായി 3 വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഒരു വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നതിൻ്റെ, തൊഴിലുറപ്പിൽ വരുന്ന വ്യക്തികളുടെ ഒരു 90% നമ്മുടെ തൊഴിൽ ദിനങ്ങളും സ്ത്രീകളാണ് നൽകുന്നത്. അപ്പോൾ അത്രയും ഉണ്ടായിട്ട് പോലും അന്ന് ഞങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യം, ഇപ്പോഴും നമ്മൾ അതായത് ഞങ്ങളൊരു വർക്ക് മോഷൻ സ്റ്റഡി, ടൈം മോഷൻ സ്റ്റഡിയും വർക്ക് സ്റ്റഡിയും ഒക്കെ അന്ന് ശാസ്ത്രീയമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ കേരളത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം, ഇപ്പോഴും കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ
ഈ തൊഴിലെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ പണിയായുധങ്ങൾ. ഈ പണിയായുധങ്ങളെല്ലാം അതൊരു മൺവെട്ടി ആയിക്കോട്ടെ, ഒരു തൂമ്പ ആയിക്കോട്ടെ, എന്ത് ആയുധം എടുത്താലും എല്ലാം ഒരു ശരാശരി ഇന്ത്യൻ പുരുഷൻ്റെ ശരീരഘടനയ്ക്കനുസരിച്ചാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. പണ്ടേ ചെയ്തിട്ടുള്ള നമ്മളൊക്കെ വീട്ടിൽ കാണുന്ന പണിയായുധങ്ങളാണ് ഇവയൊക്കെ. ഒരു മണ്ണിലൊരു കുഴി ഒഴിക്കണം, ഒരു മണ്ണുമാന്തി വേണമെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതെല്ലാം ശരിക്കും ഇപ്പം ഒരു പുരുഷൻ്റെ കൈയും ഒരു സ്ത്രീയുടെ കൈയും രണ്ടും രണ്ട് രീതിയിലാണ് അതിൻ്റെ ജൈവിക ഘടന എന്നുള്ളത്. ഒരു പുരുഷൻ്റെ ബൈസെപ്സിൻ്റെ ബലവും ഒരു സ്ത്രീയുടെ ബൈസെപ്സിൻ്റെ ബലവും രണ്ടും രണ്ട് രീതിയിലാണ് അതിൻ്റെ ഘടന എന്നുള്ളത്. അതും വ്യക്തിപരമായി വീണ്ടും വ്യത്യാസമുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പൊതുവേ ഒരു ശരാശരി സ്ത്രീയുടെ ഉയരം എന്താണ്, തൂക്കം എന്താണ്, ശരീരഘടന എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ധാരണ നമുക്കുണ്ട്. അതുപോലെ ഒരു ശരാശരി പുരുഷൻ്റെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് എർഗണോമിക്സ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം പൂർണ്ണമായും എല്ലാം പുരുഷന്മാരുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ആയുധങ്ങൾ വെച്ചിട്ട്, പണിയായുധങ്ങൾ വെച്ചിട്ട് നമ്മുടെ സ്ത്രീകൾ പണി ചെയ്യുമ്പോൾ, അതും 50 വയസ്സും 60 വയസ്സും ആയിട്ടുള്ള സ്ത്രീകൾ പണി ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന സമ്മർദ്ദം എന്താണ്, വിഷമങ്ങൾ എന്താണ്, അതുപോലെ തന്നെ അതിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന, ഇപ്പോൾ 1 മണിക്കൂറിൽ ഇത്രയും ആഴത്തിലുള്ള ഒരു ഗർത്തം കുഴിച്ചിരിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു മാനദണ്ഡം നമ്മൾ വെച്ചിരിക്കുന്നത് ഈ പണിയായുധം കൊണ്ട് ഒരു പുരുഷൻ ചെയ്യുമ്പോൾ അത് കിട്ടുന്ന ഒരു റിസൾട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് മാറ്റി ചിന്തിച്ചുകൊണ്ട് ഒരു സ്ത്രീ സൗഹാർദ്ദമായിട്ടുള്ള പണിയായുധങ്ങൾ നമുക്ക് ഡിസൈൻ ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ നമ്മളൊരു ആശയം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് NIRD നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ഹൈദരാബാദിൽ അത്തരത്തിലുള്ള ഒരു ഗവേഷണവും നടത്തി അങ്ങനെ പണിയായുധങ്ങൾ അവിടെ ഡിസൈൻ ചെയ്തിട്ടുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ത്രീ സൗഹാർദ്ദം എന്ന് പറയുമ്പോൾ ഈ പ്രതലത്തിലുള്ള സ്ത്രീ സൗഹാർദ്ദം അല്ലാതെ കുറച്ച് ആഴത്തിൽ ഇറങ്ങി ചെല്ലേണ്ടുന്ന അനേക മേഖലകൾ യാഥാർത്ഥ്യത്തിലേക്ക് വരണം. അപ്പം നമ്മളിപ്പം ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഒരു കോർണർ വെക്കുന്നു കഴിഞ്ഞാൽ അത് സ്ത്രീ സൗഹാർദ്ദമാണെന്ന് പറയാൻ പറ്റില്ല. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതിനെ താഴ്ത്തി കാണുകയല്ലേ ചെയ്യുന്നത്. അത് വേണം, പക്ഷേ അതിലുപരിയായി ഓരോ ചെറിയ കാര്യത്തിലും ഇപ്പം ഞാൻ എൻ്റെ ഓഫീസുകളിൽ പോയാൽ ഒരു രസകരമായ ഒരു സംഭവമുണ്ട്. ഞാൻ ഏത് പുതിയൊരു ഓഫീസിൽ കയറിയാലും ഈ മറ്റേ ഉരുളുന്ന കസേര ഉണ്ടല്ലോ, നമ്മുടെ എക്സിക്യൂട്ടീവ് റൊട്ടേറ്റിംഗ് ചെയറാണ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളും ഉണ്ടാവുക. അപ്പോൾ അവിടെ പോയാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എനിക്ക് ആ കസേര വേണ്ടാന്ന് പറയും. എനിക്കതിൽ ഇരുന്നാൽ പൊതുവേ എനിക്ക് എൻ്റെ നടുവിന് ചേരില്ല. 2 സാരി എടുത്തുകൊണ്ട് വരുമ്പോൾ വലിയൊരു ഹസാഡാണ് ഈ സാധനം. അത് ഇപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാകും. അപ്പം ഈ ഒരു കസേര എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ത്രീകളും അതിനോടൊപ്പം യോജിക്കണം എന്നില്ല, എല്ലാവരും സാരി എടുത്തുകൊണ്ട് വരണമെന്നുമില്ല. പക്ഷേ അത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ മുതൽ ഇത് ശരിക്കും ആരംഭിക്കുകയാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന ടേബിളും ചെയറും ഉൾപ്പെടെയുള്ള ഓരോ കാര്യത്തിലും ശരിക്കും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെയും കൂടെ പ്രോജക്റ്റ് ഹെഡാണ് സോൾട്ട് വേസ്റ്റിൻ്റെ. അപ്പോൾ ഓരോ സ്ഥലത്തും എങ്ങനെയാണ് നമുക്കിപ്പോൾ സാനിറ്ററി ഇൻസിനറേറ്റേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടത്, ഇപ്പോൾ സാനിറ്ററി നാപ്കിൻസ് കളക്ട് ചെയ്യാവുന്ന സിസ്റ്റംസ് നമുക്ക് വേണ്ടത് എന്നുള്ളത് വരെ നമ്മൾ ചിന്തിച്ച് അതൊക്കെ ഇപ്പോൾ നമ്മൾ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ സ്ത്രീ സൗഹാർദ്ദം എന്ന് പറയുന്നതിനേക്കാളും പ്രോബബ്ലി നമ്മൾ ജെൻഡർ ന്യൂട്രൽ എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് വരണം എന്ന് തോന്നുന്നു. അതെ അതെ, എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള ഒരിടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അവസാനം നമ്മളിപ്പോൾ ഈ ഔദ്യോഗിക കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ കുടുംബം, മകൻ, അതുപോലെ അച്ഛനമ്മ, സുഹൃത്തുക്കൾ, ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നതും ഒപ്പം ഇതൊരു ബാലൻസ് ആയി കൊണ്ടുപോകുന്നതിനുള്ള ഒരു രസതന്ത്രം എന്താണ്? രസതന്ത്രം തന്നെ പിന്നെ അവസ്ഥയിൽ പറഞ്ഞ വാക്കിൽ തന്നെ അതിൻ്റെ ഉത്തരം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കെമിസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന വാക്ക് എന്താണ് തലയിൽ? റിയാക്ഷൻ എന്നുള്ളതായിരിക്കും. അപ്പോൾ എല്ലാം ഈ ഓരോ ഘടകങ്ങൾ തമ്മിലുള്ള ഒരു റിയാക്ഷനാണ്. അത് രണ്ടും തമ്മിലുള്ള ഒരു വിനിമയമാണ് ശരിക്കും എല്ലാ
സന്തുലിതാവസ്ഥയ്ക്കും അല്ല, ഞാനിത് അടിസ്ഥാനം. ഒരു കാര്യം ഇത് ചോദിക്കാൻ കാരണം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിന്റെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നാഷണൽ മീഡിയാസിൽ ഡോക്ടറെ കുറിച്ച് വന്ന വാർത്തകളും അതുപോലെ ചർച്ചകളൊക്കെ ജസ്റ്റ് നോക്കിയിരുന്നു നമ്മളുടെ ഒരു വൈഡ് ഏരിയ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ NDTV കൂടുതലായിട്ട് വന്നിട്ടുള്ള കാര്യം എന്നുള്ളത് ഈ പൊതുവേദിയിൽ മകനായിട്ട് പോയ കാര്യം എന്നുള്ളതാണ്. അൽ ജസീറയിലൊക്കെ ഫീച്ചർ ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യം, BBC-ലൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ, ഇപ്പൊ മകൻ വളർന്നു വരുന്ന ആളാണ്, വീട്ടുകാരുണ്ട്. അപ്പോൾ ഇതിനൊപ്പം കൊണ്ടുപോകുമ്പോൾ ഏതെങ്കിലും സമയത്ത് അങ്ങനെ ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു വിഷമം വരുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ടോ? വിഷമം പലപ്പോഴും വരാറുണ്ട്, ഏതെങ്കിലും ഒരു സമയത്തൊന്നുമില്ല, പല സമയങ്ങളിൽ വിഷമം വരാറുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴും എല്ലാ ഇടങ്ങളിലും എല്ലാവരുടെ മുന്നിലും എല്ലാം തികഞ്ഞവളായി നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു പരമസത്യം അങ്ങോട്ട് ഉൾക്കൊള്ളുക, അത്രയേ ഉള്ളൂ അതിന് വഴി എന്ന് പറയുന്നത്. പക്ഷേ അത് ഉൾക്കൊണ്ടാൽ തന്നെ നമുക്ക് കുറെ കൂടെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നിറവേറ്റാൻ പറ്റും. എനിക്ക് ഒരാളുടെ മുന്നിൽ അങ്ങനെ താന്നു കൊടുക്കുന്നത് എന്തോ ഭീകരമായിട്ടുള്ള ഒരു തെറ്റാണ്, അല്ലെങ്കിൽ എന്തോ അങ്ങ് ഇടിഞ്ഞു വീഴുന്നു എന്നുള്ളൊരു മട്ടിലൊന്നും നിൽക്കണ്ട. സഹായം വേണമെന്നുള്ളപ്പോൾ സഹായം ആവശ്യപ്പെടുക, അതാണ് ഏറ്റവും വലിയ ഒരു രസതന്ത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു രഹസ്യം എന്ന് ഞാൻ പറയാം. എല്ലാം നമ്മളെ കൊണ്ട് തന്നെ ഇപ്പം ചെയ്തു തീർക്കണം. നമ്മുടെ അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ ഇന്ദിരാ നൂയിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്, യു കാൺ ഹാവ് ഇറ്റ് ഓൾ എന്നുള്ളത്. അതെ, ഒരു പരിധിവരെ ശരിയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ അത് എവിടെയാണ് നമുക്ക് ആ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി അതിന് പകരം എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിന് ഒരു സഹായം അഭ്യർത്ഥിക്കുക, സഹായം ആവശ്യപ്പെടുക. അത് സഹപ്രവർത്തകരിൽ നിന്നാവാം, സുഹൃത്തുക്കളിൽ നിന്നാവാം, കുടുംബത്തിൽ നിന്നാകാം, ആരിൽ നിന്നുമാകാം. ഇനി ഒന്നും അറിയാത്ത ഒരാളിൽ നിന്നും ആവാം, ഒരു അപരിചിതരിൽ നിന്നും ആവാം, കുഴപ്പമില്ല. അങ്ങനെ എൻ്റെ മുന്നിൽ എത്രയോ ആളുകൾ വരാറുണ്ട്. അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വളരെ എന്താ പറയുക സ്വകാര്യമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ ചിലപ്പോൾ അതൊന്നും പറഞ്ഞു തീർക്കാനൊരു ആളുണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ ആശ്വാസമാണ് പലർക്കും. അപ്പം അങ്ങനെ സഹായം ആവശ്യപ്പെടുക, ആസ്ക് ഫോർ ഹെൽപ്പ്. That is the only secret, and that's the only solution towards attaining a balance. Because നമ്മൾ ആരും സൂപ്പർ ഹ്യൂമൻസ് അല്ല, എല്ലാവരും അവരവരുടേതായിട്ടുള്ള all of us have our own baggages of vulnerabilities which is built within us, so you have to keep dealing with that and going ahead. ഡോക്ടർ കരിയർ ആ ഗ്രാഫ് നോക്കുന്ന സമയത്ത് സ്വപ്നമാണല്ലോ ഒരു ഫാക്ടർ വരുന്നത്. കാരണം ഈ ഡ്രീം അച്ചീവ് ചെയ്യാൻ നിലക്ക് ഇപ്പോൾ SSLC കഴിയുന്നു, MBBS, പിന്നെ സിവിൽ സർവീസിൻ്റെ ആദ്യത്തെ എക്സാം, വീണ്ടും എക്സാം എഴുതുന്നു. പിന്നെ അപ്പോൾ ഈ കരിയർ ഗ്രാഫ് നോക്കുമ്പോൾ ഈ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യുന്നൊരു സന്തോഷം എന്ന നിലക്ക് ഇപ്പോൾ 10 വർഷം പൂർത്തിയായി സിവിൽ സർവീസ് ജീവിതത്തിൽ, ഇനി ഒന്ന് അടുത്തൊരു സ്റ്റെപ്പ് ആലോചിച്ചാൽ എന്തായിരിക്കും സ്വപ്നങ്ങളും? ഞാൻ ആക്ച്വലി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എനിക്കങ്ങനെ അത്രയും ലോങ് ടേം ആയിട്ടുള്ള സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആകെ സിവിൽ സർവീസ് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കുട്ടിക്കാലത്ത് എല്ലാവരും ചോദിച്ചുണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. പിന്നീടുള്ള കാലഘട്ടത്തിൽ എല്ലാം വളരെ ഹ്രസ്വകാല സ്വപ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ഇപ്പോഴും ഹ്രസ്വകാല സ്വപ്നങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. ഒന്ന് നമ്മുടെ ഈ പറഞ്ഞ പോലെ വിഴിഞ്ഞം പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് നല്ല രീതിയിൽ പ്രതീക്ഷിച്ച തരത്തിൽ തന്നെ സമയപരിധിക്കുള്ളിൽ എല്ലാം ചെയ്തു തീർക്കുക എന്നുള്ളത്. വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൂടുതലും മകൻ്റെ സ്വപ്നങ്ങളാണ് എന്നെ നയിക്കുന്നത്. അപ്പോൾ അവനിലൂടെ എൻ്റെ ജീവിതം കുറേ കൂടി ഇങ്ങനെ വർണ്ണാഭമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതണം എന്നൊരാഗ്രഹമുണ്ട്. അതാണ് അടുത്തൊരു ഹ്രസ്വകാല സ്വപ്നം എന്നുള്ളത്. അവനും ഞാനും എന്നുള്ള ഒരു ആശയത്തിൽ അതെ ഒരു പുസ്തകം എഴുതണം എന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു സ്വപ്നം. സ്വപ്നങ്ങളെല്ലാം വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാകാനായിട്ട് ആശംസിക്കുന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു.